കോവിഡും അലർജിയും തമ്മിലുള്ള ബന്ധം? ഈ 2021 തൊട്ടിട്ട് പിന്നെ എനിക്ക് തുടങ്ങിയ ഡോക്ടറെ 2022 തൊട്ടിട്ട് തുടങ്ങിയതാ. കോവിഡിന്റെ സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ശ്വാസം മുട്ടൽ വന്ന്. അതിനു മുമ്പ് എനിക്ക് ശ്വാസം മുട്ടലില്ലായിരുന്നു, ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെ തുമ്മലില്ലായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഈ കോവിഡ് ഒരു വലിയ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് അഡിനോയിഡ് എൻലാർജ്മെന്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസേ എടപ്പള്ളി കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ഉണ്ടല്ലോ AQI, വണ്ടിക്ക് എന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും എയർ ക്വാളിറ്റി ഇൻഡെക്സ്. മരവട്ടിച്ചോട് തൊട്ടിട്ട് എടപ്പള്ളി ലുലു പാസ് ചെയ്ത് കഴിഞ്ഞ് പോകുന്നവരെ വണ്ടിക്കകത്ത് AQI കാണിച്ചുകൊണ്ടിരുന്ന 350 പറന്ന് വീഴുമ്പം തന്നെ ശ്വാസം മുട്ടലായിട്ട് നെബുലൈസ് ചെയ്യേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇൻഡോർ അലർജൻസ് ആണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ദാൻ ഔട്ട്ഡോർ അലർജി. എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ നമുക്ക് അലർജി ഉള്ള ആ അലർജൻ ചെറിയ ക്വാണ്ടിറ്റീസിൽ നമ്മുടെ ബോഡിയിലേക്ക് പ്രസൻറ്റ് ചെയ്യും. പലർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അലർജി. എന്താണ് അലർജിക്ക് കാരണമെന്ന് കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. നമുക്കിന്ന് അലർജിയെക്കുറിച്ച് സംസാരിക്കാം. എനിക്കൊപ്പമുള്ളത് കിൻഡർ ഹോസ്പിറ്റലിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ ഷൈൻ ഷുക്കൂർ, ENT സ്പെഷ്യലിസ്റ്റ് പാർവതി എന്നിവരാണ്. എൻ്റെ പേര് അലീന. നമുക്ക് സംസാരിക്കാം. അലർജി ഒരു രോഗമാണോ അതോ ശരീരത്തിൻ്റെ പ്രതിരോധമാണോ? അലർജി മോർ ഓഫ് രോഗമായിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ബോഡിയുടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ പുറത്തുനിന്ന് ഉണ്ടാവുന്ന ഒരു എക്സ്പോഷർ, അതൊരു അലർജൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആവാം. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ബോഡിയിൽ ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. അതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ചിലരിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചധികം ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. സാധാരണ ആൾക്കാരെക്കാട്ടി കുറച്ചുകൂടെ റെസ്പോൺസ് കൂടുതലായിരിക്കും. ആ ഒരു അവസ്ഥേനെയാണ് അലർജി എന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്താണ് അലർജിയുടെ? അതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന സിസ്റ്റം അനുസരിച്ചിരിക്കും. അലർജി ഏത് അവയവത്തെ വേണമെങ്കിലും ബാധിക്കാം. കോമൺ ആയിട്ട് ബാധിക്കുന്നത് സ്കിന്നിനെ ആവാം, അല്ലെങ്കിൽ മൂക്കും സൈനസസും, അല്ലെങ്കിൽ ചെസ്റ്റ്. അലർജി വിശ്വരൂപം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. അതായത് വിശ്വരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമലഹാസന്റെ 10 രൂപമില്ലേ വിശ്വരൂപം, അതേപോലെ തന്നെ നമുക്ക് മൂക്കിൽ വരുമ്പോൾ തുമ്പല്, കണ്ണിൽ വരുമ്പോൾ കണ്ണുകടി, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, കണ്ണ് ചൊറിച്ചില്, ചുമന്ന് വരുന്നു, തൊണ്ടയിൽ വരുമ്പോൾ തൊണ്ട കുത്തിയുള്ള ചുമ. അത് കുറച്ചും കൂടെ കഴിഞ്ഞ് താഴോട്ട് ശ്വാസകോശത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓമന പേരിട്ട് വിളിക്കുന്ന ആസ്മ എന്നാണ്. തൊലിപ്പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഡെർമറ്റൈറ്റിസ്, അലർജിക് ഡെർമറ്റൈറ്റിസ് അല്ലെ എക്സീമ. ഇങ്ങനെ അപ്പോൾ ശരീരത്തിലെ ഏത് അവയവത്തിനെ വേണമെങ്കിലും ബാധിക്കാം. ഈവൻ വയറിനെ വരയ്ക്കും ബാധിക്കാം. ചിലവർക്ക് അലർജി കാരണം ഭയങ്കരമായിട്ട് വയറ്റിളക്കം വരാം. ഇത് ഏത് അവയവത്തെ ബാധിക്കും എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതായത് ഓരോ ഇപ്പോൾ പൊടിയാണെങ്കിൽ ശ്വാസകോശം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതായത് നമ്മുടെ രോഗലക്ഷണങ്ങൾ വെച്ചാണല്ലോ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഭയങ്കര ട്രിക്കിയാണ്. ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ ഇപ്പം ഒരു 2-3 ആഴ്ചയായി ചുമ തുടങ്ങിയിട്ട്. അപ്പോൾ അത് തുടക്കമൊരു ചെറിയൊരു വൈറൽ പനി, കൊച്ചിന് സ്കൂളിൽ നിന്ന് പനി കിട്ടി, എനിക്ക് പിന്നെ അതൊരു വൈറൽ പനി വന്ന്, പിന്നെ അതൊരു അലർജിക് കോഫ് പോലെ പ്രസൻറ്റ് ചെയ്ത്, പിന്നെ അതൊരു പോസ്റ്റ് നേസൽ ഡ്രിപ്പ് ഇൻഡ്യൂസ്ഡ് കോഫ്, സൈനസിൽ കഫം വന്ന്. ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആക്ച്വലി. അപ്പോൾ ഡോക്ടർ ഇന്നലെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് അവിടെ ഫ്ലം ഉണ്ട്. അപ്പം ഒരു പ്രസൻറ്റേഷൻ നമുക്ക് എപ്പോഴും ഒരേ രീതി ആയിരിക്കണമെന്നില്ല, മനസ്സിലായി? അതായത് നമുക്ക് രോഗലക്ഷണം ചുമയാന്ന് വെച്ചോ, ചുമ ചിലപ്പോൾ നമുക്ക് ഈ തൊണ്ടകുത്തിയുള്ള ചുമ അവിടുത്തെ ഫാരിഞ്ചൈറ്റിസ് ആകാം, അലർജിക് കോഫ് ആകാം, സൈനസിൻ്റെ ഡ്രിപ്പിംഗ് കാരണമുള്ള കോഫ് ആകാം. എന്തിന് ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ചുമയുള്ളൊരു പേഷ്യൻറ്റിനെ ഞാനൊരു ടെസ്റ്റ് ചെയ്ത് നോക്കി, ആസ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ പറയുന്നത്, ഡോക്ടറെ കൊച്ചിന് ആസ്മയൊന്നുമില്ല, ശ്വാസമുട്ടലില്ല എന്നാ പറയുന്നത്. ആസ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്വാസമുട്ടലല്ല, മനസ്സിലായി? എല്ലാവർക്കും ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസമുട്ടൽ, വലിവ്, ആ വലിവല്ല ആസ്മ. പിന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ശ്വാസമുട്ടൽ എന്ന് വെച്ചാൽ വലിവ് തന്നെ. ചിലവർക്ക് അത് വിട്ടുമാറാത്ത ചുമയാണ്. അതായത് ലങ് കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്കും അവർക്ക് ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ടിപ്പിക്കൽ ആസ്മ ആയിരിക്കും. പക്ഷെ അവർ പ്രസന്റ് ചെയ്യുന്നത് ഈ കൊക്കി ഉള്ള ഒരു ചുമ, വിട്ടുമാറാത്ത ചുമ. ഇപ്പം സ്കിൻ അലർജീസ് ഉള്ളവരുണ്ട്. അപ്പോൾ കുട്ടികളിൽ കൂടുതലും നമ്മൾ ഇനീഷ്യൽ സ്റ്റേജസിൽ കണ്ടുവരിക സ്കിൻ അലർജീസ് ആയിട്ടായിരിക്കും. ചിലതിനോട് കോണ്ടാക്ട് വരുമ്പോൾ അലർജി വരും, കോണ്ടാക്ട് വരുന്നത്. പിന്നെ ENT റിലേറ്റഡ് ആണെങ്കിൽ കൂടുതലും അതാണ് നമ്മൾ കോമൺലി കാണുക. ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, നിർത്താതുള്ള തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിയുക, തൊണ്ട ചൊറിയുക, മൂക്കടപ്പ്, അതൊക്കെ കൂടുതലും ഈ അലർജിക് റൈനൈറ്റിസ്, അതാണ് ENT റിലേറ്റഡ് ആയിട്ടുള്ള അലർജി വരുന്നത്. അത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന സിംറ്റം ആണ്. ചിലർക്കത് വളരെ ലിമിറ്റഡ് ആയിട്ട് ചില എക്സ്പോഷർ വരുമ്പോൾ മാത്രം, ചില പൊടിയോടോ അല്ലെങ്കിൽ അവർക്ക് അലർജി ഉള്ളതിനോട് എക്സ്പോഷർ വരുമ്പോൾ മാത്രം വരാം. പക്ഷെ ചിലർക്കത് ത്രൂ ഔട്ട് ദി ഇയർ എപ്പോഴും ഉണ്ടാവാം. അതിനെ നമ്മൾ പെരീനിയൽ എന്ന് പറയും. മറ്റേത് ചില സീസൺസിൽ മാത്രം വരുമ്പോൾ സീസണൽ അലർജീസ്
ഓക്കെ അങ്ങനെ പറയാം. അത് മാറി മാറിയും വരുന്നത്. അതായത് എല്ലാവർക്കും ഒരു സീസൺ പ്രശ്നമായിരിക്കണമെന്നില്ല. ഓക്കെ ഓക്കെ ഇത് മാറി മാറി വരാം, ഓരോരുത്തരിലും വ്യത്യാസപ്പെടും. അതെ, ചിലവർക്ക് സമ്മർ ആയിരിക്കും അലർജി കൂടുതൽ ഉണ്ടാക്കുന്നത്, ചിലർക്ക് വിന്റർ ആയിരിക്കും, അതായത് ചിലർക്ക് റെയിനി സീസൺ ആയിരിക്കും. അപ്പോൾ ചിലവർക്ക് ഈ സമ്മറിലെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നിട്ട് ഈ ഭൂമിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് ഈ പൊടി പൊങ്ങുമല്ലോ ഈ റോഡ് സൈഡിലെല്ലാം വണ്ടിയൊക്കെ പോകുമ്പോൾ, ഈ പൊടിയും ഇതുമായിരിക്കും അവർക്ക് അലർജി ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ആ സീസണിൽ ഹാപ്പി ആവുന്നവർ കാണും, അവർ ആ വെയിൽ വരാൻ വേണ്ടി കാത്തിരിക്കും, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി. അവർക്ക് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, മഴയത്തായിരിക്കും, മഴ അങ്ങോട്ട് തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ഈ എൻ്റെയൊക്കെ സ്ഥലം കായംകുളം, അപ്പോൾ ഈ ആലപ്പുഴ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈർപ്പം കൂടുതലാണ്. അപ്പം നമ്മൾ ഈ പഴയ അലമാരിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ പഴയ ഒരു സ്മെല്ല്, പൂപ്പലിൻ്റെ ഒരു സ്മെല്ല് കാണും. പക്ഷെ നോക്കുമ്പോൾ പൂപ്പലൊന്നും കാണത്തില്ല, തുണിയിലൊരു പൂപ്പലിൻ്റെ സ്മെല്ല് കാണും. അല്ലെങ്കിൽ നമ്മൾ അലമാര തുറക്കുമ്പോഴത്തേക്ക് ഒരു സ്മെല്ല് കാണും. ഈ തുറക്കുമ്പോഴത്തേക്ക് അല്ലെ ഈ എടുത്ത് ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് ഉടനെ അങ്ങോട്ട് ബുദ്ധിമുട്ട് തുടങ്ങും. അവർക്കറിയത്തില്ല ഇത് കാരണമാണെന്നറിയത്തില്ല. അവർ നോക്കുമ്പോൾ നല്ല വൃത്തിയിൽ കുളിച്ച് ഒരുങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ അങ്ങോട്ട് തുമ്മൽ തുടങ്ങും. അലക്കി ഉണങ്ങി വെച്ച ഡ്രസ്സ് ഇട്ട് തുമ്മലായി. അതെ, അതെന്ന് പറയുന്ന ഈ മഴക്കാലങ്ങളുടെ സമയത്ത് ഈ പൂപ്പലിന്റെ ഫംഗസ് എപ്പോഴും അങ്ങനെ ആണല്ലോ, ഈർപ്പുള്ളപ്പോഴാണല്ലോ കയറി പിടിക്കുന്നത്. അപ്പോൾ ഈ വിന്റർ മീൻസ് ഈ നവംബർ ഡിസംബറിൽ അലർജി കൂടുതൽ ഉണ്ടാവുന്ന ഒരു കോമൺ തോട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് അല്ല, ശരിക്കും അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാവർക്കും അത് കറക്റ്റ് അല്ലേ ഡോക്ടറെ? ഓരോരുത്തരും ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ? അതായത് നമ്മളൊരു അലർജി എല്ലാം ഒരേ അച്ചിൽ വാർത്തെടുക്കാൻ പറ്റത്തില്ല നമുക്ക്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഷുഡ് ബി കസ്റ്റമൈസ്ഡ്. ഇപ്പം അലീനയ്ക്ക് ഒരു അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അലീനയെ ട്രീറ്റ് ചെയ്യുന്ന സംഭവം തന്നെ ആയിരിക്കത്തില്ല വേറൊരാൾക്ക്. അപ്പം എൻ്റെ അടുക്ക കുട്ടികളെ പലരെയും കൊണ്ടുവരുമ്പോഴത്തേക്കും അവർ ഭയങ്കര കാര്യമായിട്ട് പറയും, വരുമ്പോഴത്തേക്കും നമ്മുടെ കസിൻസ് പറഞ്ഞു മുട്ട കൊടുക്കണ്ട, പാല് കൊടുക്കണ്ട, പഴം കൊടുക്കണ്ട, അതുകൊണ്ട് ഞങ്ങൾ 5-6 വർഷമായിട്ട് ഇതൊന്നും കൊടുക്കാറില്ല ഡോക്ടറെ. ഇതൊന്നും കൊടുക്കാതെ വളർന്നു വരുന്ന ഒരു കൊച്ചിന് മുട്ടയും പാലും ഒക്കെ അത്യാവശ്യമല്ലേ, പ്രോട്ടീനും കാൽഷ്യം എല്ലാം അതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും കൊടുക്കണ്ട ഡോക്ടറെ എന്ന് പറയും, കൊടുക്കുന്നില്ല എന്ന് പറയും, കൊടുത്തിട്ടില്ല, ഇതെല്ലാം ഞങ്ങൾ ഒഴിവാക്കുന്നുണ്ടെന്ന്. അപ്പം അതായത് ആൾക്കാരുടെ വിചാരം എന്തുവാ, എല്ലാവർക്കും ഇതിനോട് കോമൺ ആയിട്ടുള്ള അലർജൻസ് ശരിയാ കുറച്ചെണ്ണം ഉണ്ട്, പക്ഷെ എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും കോമൺ അല്ല, ഇത് കോമൺ ആയിരിക്കത്തില്ല. അപ്പൊ അതിനകത്ത് ഭയങ്കര ഹിസ്റ്ററി ടേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മൾ അവരുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ചിലപ്പോൾ നമുക്കൊരു 1/4-3/4 മണിക്കൂറൊക്കെ ചിലപ്പം ഒരു പേഷ്യന്റിന് ചില സിറ്റുവേഷനിൽ വേണ്ടി വരും. അതായത് ചിലപ്പോൾ നമ്മുടെ ചില പേഷ്യൻസ് എന്ന് വെച്ചാൽ 5-6 ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് വരുന്നവരായിരിക്കും. എന്തിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ, അതെനിക്കൊന്ന് ഇതിനോട് ചേർത്ത് വെച്ചത് സംസാരിക്കാൻ തോന്നുന്നു. ഇപ്പൊ എൻ്റെ ഒരു അലർജി ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ ചിലപ്പം അത് എൻ്റെ പ്രോബ്ലം റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പ്രോബ്ലം മാത്രമായിരിക്കത്തില്ല, അത് ഞാൻ ഐഡന്റിഫൈ ചെയ്യണം അത് ENT-യുടെ പ്രോബ്ലം ഉണ്ടോ. അങ്ങനെ ഒരു ENT-യുടെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ ഇൻവോൾവ് ചെയ്യിപ്പിണ്ട്. നേരെ വൈസ് വേഴ്സ, ഡോക്ടറിന് ചിലപ്പം ചുമയും ജലദോഷവും സൈനസുമായിട്ട് ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ ഡോക്ടർ ചിലപ്പം സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വീസിങ് ആണ്, അപ്പോഴത്തേക്കും പറയും ഡോക്ടർ ഷൈനെ പോയി കൺസൾട്ട് ചെയ്യുന്നു പറയും, അല്ലേ ഡോക്ടർ? നമുക്ക് ബേസിക്കലി ഇപ്പം അലർജിയോട് കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നത് എയർവേ ആണ്, നമ്മുടെ എയർവേ. അപ്പം എയർവേ തന്നെ അപ്പർ എയർവേ, ലോവർ എയർവേ എന്ന് പറയാം. അപ്പർ എയർവേ എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസകോശം. അപ്പം അത് തന്നെ മേളില് മൂക്കും സൈനസുകളും അത് മേളത്തെ അപ്പർ എയർവേ എന്ന് പറയും. താഴേക്കുള്ളത് ലോവർ എയർവേ, നമ്മുടെ ശ്വാസകോശവും ഒക്കെ വരുന്ന ഭാഗം. അപ്പം ഇത് രണ്ടും സത്യം പറഞ്ഞാൽ ഒരേ അലർജിനോടാണ് എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പം അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ നേസൽ അലർജി ഉള്ളവർക്ക് പിന്നീട് ആസ്മ പോലത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള അപ്പം അത് രണ്ടും കോറിലേറ്റഡ് ആണ്. അപ്പം ഇതിൽ ഒരെണ്ണം ഉള്ള ഒരാൾക്ക് മറ്റേത് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ രണ്ടും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഫുൾ ഒരു ക്യൂർ കിട്ടാൻ പാടാം. അതുപോലെ ഈ അലർജി ഉള്ള വസ്തു ഇപ്പോൾ എന്തിനോട്, ഇപ്പോൾ എനിക്ക് പൊടിയാണോ തണുപ്പാണോ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? എപ്പോഴും അലർജി വരുന്നില്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എക്സ്പോഷർ വരുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ, നമുക്ക് തന്നെ സോർട്ട് ചെയ്യാം. ഇപ്പോൾ പുതിയൊരു എൻവയൺമെൻറ്റിലോട്ട് താമസം മാറ്റി അപ്പം വന്ന അലർജി, അപ്പോൾ അവിടെ ഉള്ളൊരു എക്സ്പോഷർ ആവാം, അങ്ങനെ സോർട്ട് ചെയ്യാം. അല്ലാത്തത് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആയിട്ട് എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പം അതിന് നമ്മൾ മെയിൻലി റിലേ ചെയ്യുന്നത് തൊലിപ്പുറത്ത് ചെയ്യുന്ന സ്കിൻ പ്രിക്ക് ടെസ്റ്റുകൾ. അത് നമ്മൾ ഒരു പാനൽ ഓഫ് യൂഷ്വലി മോസ്റ്റ് പോപ്പുലേഷനിൽ അലർജി വരുന്ന ഒരു പാനൽ ഓഫ് അലർജൻസ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ റെസ്പോൺസ്, അത് ലോക്കലി ഉണ്ടാക്കുന്ന റിയാക്ഷൻ റീഡ് ചെയ്ത് അതിന് നമുക്ക് അലർജി ഉണ്ടോ എന്നുള്ളത് സോർട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് ബ്ലഡ് ടെസ്റ്റും ഉണ്ട്, ഡോക്ടർ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റും ഉണ്ട് അലർജി കണ്ടുപിടിക്കുന്ന, സ്കിൻ ടെസ്റ്റും ഉണ്ട്.
ബ്ലഡ് ടെസ്റ്റിനകത്തെന്ന് പറയുന്നത് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സ്കിൻ ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾ അധികം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഇല്ല. റുട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു ഈസ്നോഫിൽ കൗണ്ട് പറയുന്നത് കേട്ടിട്ടില്ല. ഈസ്നോഫിലി ഉണ്ട് കൊച്ചുനാളിൽ തൊട്ട്. IG എന്ന് പറയുന്നത് ചില ശരീരത്തിൻ്റെ അലർജനുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന 1-2 ടെസ്റ്റുകളുണ്ട്. അതല്ലാതെ ഇപ്പോൾ അലീനെ ചോദിച്ചത് എന്തിനോടാണ് നമ്മളിപ്പോൾ അലർജി ഉണ്ടെന്ന് കണ്ടുപിടിച്ചു എന്ന് വെച്ചോ, എന്തിനോട് അലർജി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് 2 രീതിയിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ സ്വമേധയെ അത് മനസ്സിലാക്കിയെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തെടുക്കാം. ടെസ്റ്റ് ചെയ്തെടുക്കുന്നതിനകത്ത് ബ്ലഡ് അലർജൻ ടെസ്റ്റിംഗ് ഉണ്ട്, സ്കിൻ അലർജൻ ടെസ്റ്റിംഗ് ഉണ്ട്. ഈ ബ്ലഡ് അലർജൻ ടെസ്റ്റിംഗ് നമ്മൾ ബ്ലഡ് കേൾക്കുക, ടെസ്റ്റിന് വിടുക. പക്ഷേ നമ്മുടെ ബ്ലഡ് അലർജൻ ടെസ്റ്റിംഗ് പലതും നമ്മൾക്ക് ഇവിടെ ചെയ്യുന്നത് നമ്മളുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണപ്പെടാത്ത കുറച്ച് അലർജൻസ് ഉണ്ട് വെളിനാടുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ അതുമല്ല ആ പാനൽ നമുക്ക് ഗുണകരമായിട്ടുള്ളൊരു പാനൽ ചിലപ്പോൾ എപ്പോഴും വരണമെന്നില്ല അതിനകത്ത്, ഇത്രയും കോസ്റ്റ് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷെ നമ്മൾ ചിലവർ അത് പ്രിഫർ ചെയ്യാറുണ്ട്, കാരണം സ്കിന്നിൽ ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്കിന്ന് എക്സീമ ഉള്ളൊരു പേഷ്യൻ്റ് നമുക്ക് സ്കിന്നിൽ അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഉള്ളവർക്ക് നമ്മൾ ബ്ലഡ് തന്നെ പ്രിഫർ ചെയ്യും. അല്ലാതെ വേറെ സ്കിന്ന് വലിയ അലർജി ഇല്ലാത്തൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു ക്ലീൻ സ്കിൻ വേണമല്ലോ, അവർക്ക് നമ്മൾക്ക് തൊലിപ്പുറത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം 2 ഉള്ളം കയ്യിലുമായിട്ട്. അപ്പം അതിനകത്ത് പല പാനൽസ് ഉണ്ട്. ആ ടെസ്റ്റ് നമ്മൾ എത്ര സമയം എടുക്കുന്നു അത് ഡോക്ടറുടെ അത് എത്ര പാനൽ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് അതിപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 പാനൽ കാണും, അതായത് 5 അലർജൻസിനെ മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്യും, 30 അലർജൻസിനെ ടെസ്റ്റ് ചെയ്യും. നമുക്ക് തന്നെ പിക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പിക്ക് ചെയ്യാം. അത് നമ്മളെപ്പോഴും നമ്മൾ സ്വമേധയല്ല പിക്ക് ചെയ്യുന്നത്. നമ്മൾ പേഷ്യന്റുമായിട്ട് ഇരുന്നിട്ട് ഇപ്പൊ ഞാനൊരു പാനൽ അങ്ങ് എഴുതി കൊടുത്തു, അപ്പൊ അതിനകത്ത് ചെമ്മീനുണ്ട്, ചൂരയുണ്ട്, അയിലയുണ്ട്. പേഷ്യന്റ് മീൻ കഴിക്കാത്ത പേഷ്യന്റാ, അപ്പൊ പിന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലായി? അല്ലെങ്കിൽ പന്നി ഇറച്ചിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫോ മട്ടണോ അത് കഴിക്കാത്തവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട്, അപ്പൊ അവരുമായിട്ട് നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവർ കഴിക്കാത്ത ഒട്ടും തന്നെ കോണ്ടാക്ട് ഇല്ലാത്ത സാധനങ്ങൾ. അപ്പൊ അത് 2 എണ്ണം ഉണ്ട്. ഒന്ന് ഫുഡ് അലർജൻസും ഉണ്ട്, ഇൻഹലേഷൻ അലർജൻസും ഉണ്ട്. ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുമ്പം വരുന്ന അലർജൻസും, ഇൻഹലേഷൻ നമ്മൾ ശ്വസനത്തിൽ വരുന്ന അലർജനും. ഫുഡിന്റെ ഗന്ധം വന്നാൽ അലർജി ഉണ്ടാവോ? ഗന്ധം ആസ് അലർജി ഉണ്ടാക്കില്ല, എന്ന് വെച്ചാൽ സ്മെല്ല് മാത്രം. അതാകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മൂക്കിലൊക്കെ നമ്മുടെ ഞരമ്പുകളുണ്ടല്ലോ, സെൻസറി നെർവ്സ് ഒക്കെ, അതിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ സിംറ്റംസും അലർജി വരുന്ന സിംറ്റംസും ഒരുപോലെ. ഇപ്പം അലർജി വരുമ്പോൾ തുമ്മൽ, മൂക്കൊലിപ്പ് അങ്ങനെയല്ലേ വരിക, അതുപോലെയാണ് ഒരു ഇറിറ്റൻ സ്മെല്ല് വന്നാലും നമുക്ക് വരുന്നത്. പക്ഷെ അത് നമ്മുടെ ഈ പ്രതിരോധ ശേഷിനെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടല്ല. പക്ഷേ ഈ പറയുന്ന സ്മെല്ലിൻ്റെ കൂടെ നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് അലർജി ഉണ്ടാകും. അതായത് ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ അത് സ്മെല്ല് ചെയ്താലല്ല, കഴിച്ചാലാണ് ഉണ്ടാവുക. ഫുഡ് അലർജി ബേസിക്കലി നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോഴാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് ബീഫ് അലർജിയാണ് ആയിരുന്നു. എനിക്ക് ബീഫ് വേവുന്ന സ്മെല്ല് വരുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അത് എനിക്ക് വോമിറ്റ് ചെയ്യാൻ പോകുന്ന പോലെ തോന്നും, എനിക്ക് എന്തൊക്കെയോ സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകൾ. അപ്പം ഞാനിത് കുക്ക് ചെയ്യുമ്പോൾ വീടിന് പുറത്ത് പോയി നിൽക്കും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അങ്ങനെ ഒരു സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. അപ്പം നമ്മൾ അതെ ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കേണ്ട, എല്ലാവരും ആ രീതിയിൽ ആ ചിട്ടയിൽ തന്നെ പോകണമെന്നില്ല. സിമ്പിൾ തിങ് ഞാൻ പറയാം. നമ്മളിപ്പം ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് കുഞ്ഞുനാളിൽ തുമ്മലിൽ തൊലിപ്പുറത്ത് തുടങ്ങി തുമ്മലെന്ന്, നമ്മൾ അതിനെ അലർജിക് മാർച്ച് എന്നാണ് പറയുന്നത്. അലർജിക് മാർച്ച് എന്ന് പറയുമ്പോൾ ഒരു അവയവത്തിൽ വന്ന് രണ്ടാമത്തെ അവയവത്തിൽ വന്നിട്ട് പിന്നെ കുറച്ചൊരു 8 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആസ്മയായിട്ട് വരുന്നവരുണ്ട്. ഇങ്ങനെ അതിനെയാണ് ഒന്നൊന്നായിട്ട് തുടങ്ങി വരുന്നതാണ് നമ്മൾ അലർജിക് മാർച്ച് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ജനിക്കുമ്പം തന്നെ വീസിങ്ങിൽ പിറന്ന് വീഴുമ്പം തന്നെ ശ്വാസം മുട്ടലായിട്ട് നെബുലൈസ് ചെയ്യേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, മനസ്സിലായി? അപ്പം അതായത് ഒരു ഡിക്റ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂട്ട് ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞ ഇപ്പൊ അലീന പറഞ്ഞത്, നമ്മുടെയൊക്കെ ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട്, അതായത് എന്തേലും മീൻകറി വെക്കുമ്പോഴോ താളിക്കുമ്പോ, ഇപ്പൊ കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് താളിക്കുമ്പോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വിതയ്ക്കുമ്പോ, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടനെ ഭയങ്കരമായിട്ട് തുമ്മല്. അതാണ് ഡോക്ടർ പറഞ്ഞത്. അതിനകത്ത് ഫൈൻ പൗഡർ ഉണ്ടല്ലോ, ഈ സ്മെല്ല്, ഇറിറ്റൻ സ്മെല്ല് നമ്മുടെ മൂക്കിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഈ മൂക്കൊലിപ്പുണ്ടല്ലോ, അത് അലർജി കാരണമാണെന്ന് പറയാൻ പറ്റില്ല, അതായത് ലോക്കൽ ഇറിറ്റേഷൻ കൊണ്ടാണ്. പക്ഷേ ഈ ഇപ്പം സാർ പറഞ്ഞ പോലെ ഈ താളിക്കുമ്പോഴൊക്കെ വരുന്ന അതിനകത്ത് അതിൻ്റെ കൂടെ കുറച്ച് അതിന്റെ പൊടിയും ഉണ്ടാവും, ഫൈൻ പൗഡർ കാണും. ആ പൗഡറിന് നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അലർജി ഉള്ളവരിൽ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. എത്ര വയസ്സിൽ ഈ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ?
കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന സമയത്താണ് കുക്ക് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പം അതില്ലേ? ഇപ്പം അതില്ല. അതായത് എൻ്റെ ബീഫ് അലർജി എനിക്ക് 4th സ്റ്റാൻഡേർഡിലാണ് ബീഫ് അലർജി ആദ്യമായിട്ട് മനസ്സിലായത്. ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുക, ലൂസ് മോഷൻ വരിക, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ച് ബീഫാന്നുള്ളത്? അത് ബീഫ് കഴിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് വീട്ടുകാർ മനസ്സിലാക്കി അത് ബീഫ് കഴിക്കുമ്പോൾ ആണ് എനിക്ക് ഈ അസ്വസ്ഥതകളൊക്കെ ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ചു വരിക. അതിങ്ങനെ വലിയ വട്ടത്തിൽ ചൊറിഞ്ഞ് തടിച്ചു വരിക. പിന്നെ അങ്ങനെയുള്ള ഇറിറ്റേഷൻ ബീഫ് മാത്രം കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ബീഫ് അലർജിയാണെന്ന് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പിന്നെ ബീഫ് കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 15 വർഷത്തിന് ശേഷം എനിക്ക് കൊതി സഹിക്കാൻ വയ്യാതെ ബീഫ് കഴിച്ചു. അന്നേരം എനിക്ക് പ്രശ്നമില്ല. അതായത് ആ പ്രശ്നം സോൾവ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ മാറാൻ സാധ്യതയുണ്ടോ? മാറി സെയിം തിങ് എനിക്കുണ്ട് പൈനാപ്പിളിനോട്. കുഞ്ഞുനാളിൽ എനിക്ക് പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ചുണ്ടെല്ലാം തടിച്ചു പൊങ്ങി വരുമായിരുന്നു. അങ്ങനെ കുറച്ചാൾ പിന്നെ എന്നാലും ഇടയിൽ കഴിക്കാം. പിന്നെ കുറച്ചാൾ ഞാൻ പൈനാപ്പിൾ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ഭയങ്കര ഫേവറേറ്റ് ഫ്രൂട്ട്സിലൊന്ന് പൈനാപ്പിളാണ്. ഇപ്പൊ പ്രശ്നമില്ല കഴിക്കുമ്പോൾ. ഇപ്പൊ പ്രശ്നമില്ല. നമ്മൾ കുറച്ച് അലർജികൾ ഇപ്പം ബീഫോ പാലോ എന്തെങ്കിലും ആട്ടെ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ക്രമേണ അതില്ലാണ്ടാവുന്നു. അതുള്ളതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഫുഡ് കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് നമുക്ക് അലർജി ഇല്ലാണ്ടാവും എന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മോഡിഫിക്കേഷൻസ് വരാം. അതൊരു നല്ല മെത്തേഡാണോ? അത് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന? ഇല്ല, നമുക്ക് ഒരിക്കൽ നമുക്കിപ്പോൾ നമ്മുടെ ബോഡി ഒരു അലർജിനോട് റിയാക്ട് ചെയ്യുന്ന പലപ്പോഴും പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ അനാഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രീം അലർജിക് റെസ്പോൺസ്. അത് മോസ്റ്റ്ലി നമ്മൾ ഈ അകത്തേക്ക് ഫുഡിനോടാവാം, എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്യുന്ന മെഡിസിൻസിനോടാവാം, ചിലപ്പം ഈ ബീ സ്റ്റിങ്സ്, ഇൻസെക്ട് ബൈറ്റ്സിനോടൊക്കെ ആവും. അതിനോട് നമ്മുടെ ബോഡി ഭയങ്കര എക്സ്ട്രീമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവാം, മുഖവും ഒക്കെ തടിച്ചു വരാം, ചുണ്ട് തടിച്ചു വരാം. അപ്പോൾ അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് ആണ്. അപ്പം നമുക്ക് നോൺ അലർജൻ ആയിട്ടുള്ളൊരു ഫുഡ് ഒരു മെഡിക്കൽ എയ്ഡൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വീണ്ടും ട്രൈ ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ്. അതൊരു മണ്ടത്തരാണ്. ഇതിനകത്ത് ഡോക്ടർ പറഞ്ഞൊരു മെയിൻ പോയിന്റ് സിവിയറിറ്റി ഓഫ് അലർജി ഓൾസോ മാറ്റേഴ്സ്. എത്ര സിവിയർ ആയിട്ടാണ് നമുക്ക് അലർജി വരുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ അനാഫിലാക്സിസ് എന്ന് പറയുന്നത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. അതായത് ഭയങ്കര ഒരു ഹാർഷ് റെസ്പോൺസ് വരുമ്പോഴത്തേക്കും ഫുള്ളും തിണിർത്ത് വരും. നമ്മുടെ ഈ പുറത്തെ തൊലി പോലെ അകത്തെ തൊലിയുണ്ട്, മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ. ആ മ്യൂക്കോസ അങ്ങ് തിണിർക്കുമ്പോഴത്തേക്കും ശ്വാസനാളിക്കകത്ത് മെയിൻ ട്രക്കിയക്കകത്ത് എല്ലാം തൊലി അങ്ങ് തിണിർക്കുമ്പോഴത്തേക്കും ഫുൾ സ്പാസത്തിലോട്ട് പോയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇത് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക്. അതെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഭയങ്കര ഒരു അനഫിലാക്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പേഷ്യന്റ് അതാണോ അലർജിയുടെ ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ? അനാഫിലാക്റ്റിക് ഷോക്ക് ആണ് ഏറ്റവും അലർജിയുടെ ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ. മരണം സംഭവിക്കുന്നത്. അതായത് അലർജി മരണകാരണമാകാം. സിവിയർ ആയാൽ ആകാം. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഉദാഹരണം ഉണ്ടല്ലോ, നമ്മുടെ സഞ്ജയ് കപൂറോ അല്ലേ, നമ്മുടെ കരീഷ്മ കപൂറിന്റെ എക്സ് ഹസ്ബൻഡ്. പുള്ളി ഗോൾഫ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ബി വന്ന് മൂക്കിലോട്ടൊന്ന് കയറി കുത്തി. ഹി വെന്റ് ഇൻടു ഇമ്മീഡിയറ്റ് കാർഡിയക് അറസ്റ്റ്. ഇത്രയും സിസ്റ്റംസ് എല്ലാം ഉള്ള UK ഒരു ഗോൾഫ് കോഴ്സിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ളിടത്ത് അവർക്ക് പോലും റിവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇറ്റ്സ് ആസ് ഫാസ്റ്റ്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ PG ചെയ്തുകൊണ്ടിരുമ്പോൾ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു കുട്ടിക്ക്. എൻ്റെ ഒരു ജൂനിയർ MBBS പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യന് ചെന്നൈയിൽ വെച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു മരുന്ന് കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്നൊരു അനാഫിലാക്സിക് റിയാക്ഷൻ വന്ന്. അത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാനും പറ്റി, ഇമ്മീഡിയറ്റ്ലി അവനെ റിവേർട്ട് ചെയ്യാനും പറ്റി. റിവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകൾ കൊടുത്തിട്ട് ആ റിയാക്ഷനെ കൺട്രോൾ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അതായത് ടൈമിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താം. ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യണം. അനാഫൈലാക്സിസ് വന്നാൽ ഇമ്മീഡിയറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന എത്ര സമയം കിട്ടും? ആ സിവിയറിറ്റി, ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു പേഷ്യന്റ് ഷോക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അനാഫിലാക്റ്റിക് വിത്തിൻ മിനിറ്റ്സ് ആക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ മോസ്റ്റ്ലി നമ്മൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴായിരിക്കും ചില ഡ്രഗ്സിനോട് അലർജി വരാം. അപ്പോൾ പെട്ടെന്നായിരിക്കും പേഷ്യൻ്റ് അറസ്റ്റിൽ പോകുന്നത്, റെസ്പിറേറ്ററി അറസ്റ്റിൽ പോകുന്നത്. നമ്മളപ്പം ഇമ്മീഡിയറ്റ്ലി മെഡിസിൻ കൊടുത്താലേ റിവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു 10 മിനിറ്റ് അല്ല 5 മിനിറ്റിനുള്ളിൽ നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. അതായത് നമുക്ക് ഇങ്ങനെ ഇതാ സംഭവിക്കുന്നത്. കാരണം രോഗിക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റത്തില്ല. രോഗി ഒരു ചോക്കിംഗ് ഫീലിംഗ് ആയിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും പറ്റുന്നില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പം നമുക്കൊരു നമ്മൾ പറയാം ഹൈ ഡിഗ്രി ഓഫ് സസ്പിഷൻ വേണം. അതായത് നമുക്കിതാന്നുള്ളൊരു വളരെയധികം ഭയങ്കര ഒരു സസ്പീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട്
റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പേഷ്യൻറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നോർമലി ഹോസ്പിറ്റലിൽ ഏതൊരു ഡ്രഗ് കൊടുക്കുമ്പോഴും ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കും. എന്ന് വെച്ചാൽ ഏത് ഡ്രഗിന് ഇപ്പം നമുക്കൊരു ഡോക്യുമെൻറ്റഡ് ആയിട്ടൊരു ഡ്രഗ് അലർജി ഹിസ്റ്ററി ഇല്ലെങ്കിൽ പോലും ചില ഡ്രഗ്സിനോട് അലർജി ഡെവലപ്പ് ചെയ്യാം. അത് ആ ഡ്രഗിനോട് തന്നെ ആവണമെന്നില്ല, അതിനകത്തുള്ള എന്തെങ്കിലും ഒരു കമ്പോണൻറ്റിനോട്. ഇപ്പം നമ്മൾ റുട്ടീൻലി ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ഡ്രഗും കൊടുക്കുന്നതിന് മുന്നേ അവർക്കൊരു ചെറിയ ഡോസ് തൊലിപ്പുറത്ത് കൊടുക്കും, എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്നറിയാൻ. ബിക്കോസ് അത്രയും സിവിയർ ആണ് ഈ ഇമ്മീഡിയറ്റ്ലി വരുന്ന. പക്ഷേ ഈ ടെസ്റ്റ് ഡോസ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിൽ ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ വരാം. ഓക്കെ, മീൻസ് അനഫിലാക്റ്റിക് ഷോക്കിലോട്ടെന്നല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മരുന്ന് നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുത്തു, പ്രത്യേകിച്ച് നമ്മളിത് ആൻറ്റിബയോട്ടിക്സിനാണ് നമ്മൾ നോക്കുന്നത്. ആൻറ്റിബയോട്ടിക്സിലോ തൊലിപ്പുറത്തോ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, റിയാക്ഷൻ കാണുന്നില്ല. ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അരമണിക്കൂർ ഡ്രിപ്പാന്ന് വെച്ചോ, ചിലപ്പോൾ ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തടിച്ചു പൊങ്ങും. അപ്പം ഇത് നമ്മൾ വളരെ ലിഖിതമായിട്ട് നമുക്കങ്ങ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലർജി ഇല്ല, അല്ലെ അലർജി ഉണ്ട്, വരത്തില്ല, അങ്ങനെ നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സെയിം തിങ് തന്നെ ഈ അലർജിക് സ്കിൻ ടെസ്റ്റിൽ. ഈ അലർജിക് സ്കിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടൂളാണ്. അതിനകത്ത് വരുന്ന റിപ്പോർട്ട് ചിലപ്പോൾ എപ്പോഴും അച്ചട്ടായിരിക്കണമെന്നില്ല. കാരണം നമ്മുടെ ചില സംശയങ്ങൾ മാറ്റിത്തരും എന്ന് മാത്രം, ഒരു നല്ല ക്ലാരിറ്റി കിട്ടും നമുക്ക്. മനസ്സിലായോ? അതായത് നമുക്കൊരു കോൺഫിഡൻ്റ്ലി കുറച്ചും കൂടെ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിസിഷൻ ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പം നമ്മളിപ്പോൾ അതിനകത്ത് സിമ്പിൾ തിങ് പറയാം, ഞാൻ പറഞ്ഞല്ലോ ഇൻഹലേഷണൽ, അതായത് ശ്വസനത്തിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ എയറോസോൾസ്, അതായത് ഈ പോളൻസ്, അക്കേഷ്യ, അങ്ങനത്തെ പോളൻസ് എല്ലാമാണ് ശ്വസനത്തിൽ. പിന്നെ ഇഞ്ചക്ഷൻ ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ട, പാല്, പഴം, മീന്, ചെമ്മീൻ, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. എനിക്ക് ചില പേഷ്യൻസ് കാണും, അവർ ക്ലിയർ കട്ടായിട്ട് പറയും, ഡോക്ടറെ ഇതിനോട് എനിക്ക് അലർജിയാ. ഇപ്പം അലീന പറഞ്ഞ പോലെ എനിക്ക് ബീഫിനോട് അലർജിയാ, ക്ലിയർ കട്ടാ. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വരണമെന്നില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വന്നില്ല എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യല്ല നമ്മൾ. ആ പേഷ്യൻ്റെ യുക്തിയെ മനസ്സിലാക്കിയിട്ട് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. അതായത് പേഷ്യൻ്റ് പറഞ്ഞു ഇതാന്ന്, ഇതിൽ പോസിറ്റീവ് വന്നില്ല, അപ്പോൾ ആണ് ഇതിൽ വന്നില്ലല്ലോ, അത് കാരണം പോസിറ്റീവ് അല്ല, നിങ്ങൾക്ക് അലർജി ഇല്ല എന്നല്ല പേഷ്യൻ്റ് പറയുന്നത് അതിനകത്ത് കറക്റ്റ്. കാരണം അനുഭവസ്ഥരാണ് ഇതിനകത്ത് ഏറ്റവും കറക്റ്റ്. അലർജി കൂടുതലും നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റും സ്കിൻ ടെസ്റ്റിനെ കാട്ടി ഹിസ്റ്ററിയും എക്സാമിനേഷനും വെച്ചാണ് കൂടുതലും ഡയഗ്നോസ് ചെയ്യുക. ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ബെറ്റർ ആവാണ്ട് വരുന്ന സിറ്റുവേഷൻസിലാണ് ടെസ്റ്റുകൾ ചെയ്യുക നോക്കുന്നത് കൂടുതലായിട്ട്. ഈ മെഡിസിൻ അലർജി വരുന്ന ഒരു റെയർ കണ്ടീഷൻ ആണോ? മെഡിസിൻ അലർജി വന്നാൽ ഒരു പേഷ്യൻറ്റിന് എന്ത് ചെയ്യും? കാരണം പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. എല്ലാ മെഡിസിനും അലർജി ഉണ്ട് എന്ന് പറയുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ട്. ആൾക്ക് ഹോസ്പിറ്റലിൽ, അതായത് ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും മോഡേൺ മെഡിസിൻ യൂസ് ചെയ്യാൻ പറ്റില്ല, അലർജി വരുമോ അത്രേ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമോ? മോസ്റ്റ്ലി നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് മെഡിസിൻസിനോടായിരിക്കും ഒരാൾക്ക് അലർജി വരിക. എല്ലാ മെഡിസിൻസിനോടെന്ന് പറഞ്ഞാലും ഒരു മെജോറിറ്റി ഓഫ് മെഡിസിൻസ് ഉണ്ടാവും, പക്ഷേ എന്നാലും അലർജി ഇല്ലാത്ത മെഡിസിൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇപ്പോൾ ഡ്രഗ് അലർജി മെഡിസിൻസ് എടുത്തപ്പോൾ അലർജി വന്നിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണ് നമ്മുടെ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഡ്രഗ് അലർജി ടെസ്റ്റുകൾ ചെയ്യാം. ഡ്രഗ് അലർജി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഏതിനോടൊക്കെ അലർജി ഉണ്ട്, എത്ര ഇൻറ്റൻസിറ്റിയിൽ അലർജി ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് മെഡിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേയും ഈ ഒന്നൊരു ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഡ്രഗ് അലർജി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിന് നമ്മൾ കോഷ്യസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക എപ്പോഴും. ലൈക്ക് ഒരു അലർജി അല്ലെങ്കിൽ അനാഫിലാക്സിസ് വന്നാൽ കൊടുക്കേണ്ട മെഡിസിൻസും ഒക്കെ ഉള്ളൊരു സെറ്റപ്പിലായിരിക്കും ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഒന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ഡ്രഗിനോടും അലർജി അങ്ങനെ പേഷ്യൻ്റ് പറയാതില്ല. പക്ഷേ ഇവർ ചിലപ്പോൾ എവിടെയെങ്കിലും റിപ്പോർട്ട് കൊണ്ടുവരും, ഏതെങ്കിലും ഒരിടത്ത് പോയി ഈ മരുന്നുകളുടെ എല്ലാം കൂടെ ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറയും, നിങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചിലപ്പോൾ അതിനകത്ത് മയക്കുമരുന്ന് കൊടുക്കുന്ന മരുന്നുകൾ കാണും, അതായത് തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മുടെ പേഴ്സണൽ ശരീരം നമ്മുടെ പേഴ്സണലി റിയാക്ട് ചെയ്യുന്നത് വെച്ചിട്ട് വേണം തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു ഡിസിഷൻ എടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് പാരസെറ്റമോളിനോട് അലർജി പറയുന്നു, മെഫ്താലിനോട് പറയുന്നു, ഐബുജോസിക്കിനോട് പറയുന്നു, ഇതെല്ലാത്തിനോട് പുള്ളിക്കാരന് അലർജി പറയുക. അത് ചിലപ്പോൾ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും പറയുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ പാരസെറ്റമോളിന് ചിലപ്പോൾ അലർജി കാണും, പുള്ളി കഴിച്ചിട്ട് അലർജി ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ബാക്കിയുള്ളതിന് ഉറപ്പില്ല. അപ്പം വേറെ എന്തിനേലും മരുന്നിനോടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയി ടെസ്റ്റ് ചെയ്തതായിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പേഷ്യൻറ്റ് നമ്മൾ പറയും, ഇങ്ങനെ ആ ഒരു റിപ്പോർട്ടുമായിട്ട് വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രൈസിസ് വരുമ്പോഴത്തേക്കും ആരും ഒരു ആശുപത്രിയും പിന്നെ ഇതൊന്നും ചെയ്യാനും ഭയപ്പെടും. ഇതെന്ത് കൊടുക്കും, അതാ
ഇപ്പോൾ ഒരു ആർക്കാണെങ്കിലും ലൈഫിൽ ഒരു ഹെൽത്ത് ക്രൈസിസ് വരത്തില്ലേ, അതെ. അപ്പം മാനേജ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അതെ. പുറം നാടുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അലർജിക്ക് അല്ലെ അനഫിലാക്സിസ് മുന്നേ ഹിസ്റ്ററി ഉള്ളവർക്ക്, അലർജിക്ക് ഹിസ്റ്ററി ഉള്ളവർക്ക് അവരൊരു ടാഗ് കാണും. നമ്മുടെ മിലിറ്ററിയിലൊക്കെ പോലെ ഒരു ടാഗ് ഉണ്ടല്ലോ, ഓക്കെ. ആ ടാഗിനകത്തൊരു കുറിച്ചിട്ടിട്ടുണ്ടായിരിക്കും ഇന്ന കാര്യങ്ങൾ അലർജിയാണ്. അപ്പം ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എവിടെയെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയി ഒരു റെസ്പോണ്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ പേഷ്യൻ്റ് ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് അവർ ഹോസ്പിറ്റലിലോ ഇമ്മീഡിയറ്റ്ലി കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവർക്കിത് മെഡിക്കൽ ട്രീറ്റ് ചെയ്യുന്നവർക്ക് നോക്കിയിട്ട് ഇത് പറ്റത്തില്ല എന്നുള്ളത് ആക്കാം. അനഫിലാക്റ്റിക് ഷോക്ക് വന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ എപ്പിനെഫ്രിൻ്റെ പെന്നുണ്ട്, ഇഞ്ചക്ഷൻ പെന്നുണ്ട്, നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന പോലെ പെന്നുണ്ടല്ലോ, അത് അവർ എപ്പോഴും ക്യാരി ചെയ്യും. അങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർക്ക് തന്നെ സ്വമേധ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതെല്ലാം തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത് ഒരു ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ പേഷ്യൻസിൻ്റെ ഇടയ്ക്കും ഈ പോസിറ്റീവ്, ക്ലിയർ കട്ട് പോസിറ്റീവ് ആയിട്ടുള്ളതിൻ്റെ ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് അവരുടെ പേഴ്സിനകത്ത് വയ്ക്കാൻ പറയും. കാരണം ഒരാൾ അബോധാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം പേരെന്താന്ന് പേഴ്സ് തപ്പുമ്പോഴത്തേക്ക് നമുക്കിത് കാണാൻ പറ്റും. അതാണ് അതിനകത്തൊരു ഗുണം. പിന്നെ ചില മെഡിസിൻസിൽ ഇപ്പം ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അലർജി വന്ന്, പക്ഷെ അതെപ്പോഴും ആ മെഡിസിൻ്റെ കണ്ടന്റിനോട് തന്നെ ആവണമെന്നില്ല. അപ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റെ കളറിങ് ഏജൻസ് ഉണ്ടാവും. അപ്പോൾ അതിനോടും ഒക്കെ ആ കമ്പോണൻസിനോടും ഒക്കെ അലർജി വരാം. അപ്പോൾ ഒരു കമ്പനിയുടെ മെഡിസിൻ സെയിം മെഡിസിൻ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് കഴിക്കുമ്പോൾ എല്ലാ ബ്രാൻഡിനോടും അലർജി വരണം എന്നില്ല. അതും ശരിയാണ്, അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട്. അതുപോലെ അലർജി ജനറ്റിക്സ് ആണോ, ജനറ്റിക്കലി വരുന്ന ഒരു രോഗമാണോ അലർജി, അവസ്ഥയാണോ അലർജി? ഹെറിഡിറ്ററി ആയിട്ട് വരും. ബിക്കോസ് പാരൻസിന് അലർജി ഉള്ള കുട്ടികൾക്ക് അലർജി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എത്ര പെർസെൻറ്റേജ് എന്ന് പറയാൻ പറ്റുമോ? 3 to 6 times. ഡിപ്പെൻസ് അപ്പോൺ രണ്ട് പേരൻസും അലർജിക്കാന്നോ ഒരാൾ അലർജിക്കാന്നോ. രണ്ട് പേരൻസും അലർജിക്കാന്നുണ്ടെങ്കിൽ കൊച്ചിന് കുഞ്ഞുനാളിൽ തൊട്ട് അലർജി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തിനോട് വേണമെങ്കിലും മീൻസ് ചിലപ്പോൾ പേരന്റ് ചിലപ്പോൾ തുമ്മലായിരിക്കും, റൈനൈറ്റിസ് എന്ന് നമ്മൾ അറിയത്തില്ലേ ഡോക്ടറിന്റെ വിഭാഗം. കൊച്ചിന് ചിലപ്പോൾ ആസ്മ ആയിരിക്കും. അച്ഛന് തുമ്മലുണ്ടെന്ന് പറഞ്ഞ് കൊച്ചിനും തുമ്മൽ തന്നെ വരണമെന്നില്ല. ഈ അലർജിയുടെ വേറെ ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ വരാം. ഇതൊരു ജനറേഷൻ സ്കിപ്പ് ചെയ്തും വരാം. നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അച്ഛനുണ്ടോ അമ്മയ്ക്കുണ്ടോ സഹോദരങ്ങൾക്കുണ്ടോ ആർക്കും ഇല്ല, ഗ്രാൻഡ് പേരൻസിനുണ്ടോ ചിലപ്പം പറയും അമ്മൂമ്മയ്ക്ക് ശ്വാസം മുട്ടലുള്ളതാ. ചിലപ്പം ഇതൊന്നുമല്ല, ആൻറ്റിക്കായിരിക്കും. മനസ്സിലായി, അമ്മയുടെ പെങ്ങക്ക് കാണും, അമ്മയുടെ ജ്യേഷ്ഠന് കാണും. അപ്പം ജനിതകം അതിനകത്തുണ്ട് ഡെഫിനറ്റ്ലി. എല്ലാ ഇതിലും ഇല്ല. അതായത് ജനിതകമായിട്ട് അലർജി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഇല്ല എന്നല്ല, നമുക്കല്ലാതെയും വരാം. നമ്മളായിരിക്കാം നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ അലർജി ഉണ്ടാകുന്ന ആള്. പാരമ്പര്യമല്ലാണ്ട് അലർജി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് പാരിസ്ഥിതികമായിട്ട് വരാം. നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റ്. അലീന ഇപ്പൊ എവിടാ സ്വദേശം? എവിടാ? എന്റെ സ്വദേശം ഇടുക്കിയ. കൊച്ചിയിൽ വന്നിട്ട് എത്ര നാളായി? 5 വർഷം. അവിടെ ഇവിടെയും ജീവിക്കുമ്പോൾ വ്യത്യാസമുണ്ടോ? ഉറപ്പായിട്ടും. എന്ത് വ്യത്യാസം? എനിക്ക് പൊടി പ്രശ്നമായി 5 വർഷത്തിനുള്ളിൽ ഇവിടെ വന്നതിന് ശേഷം. അതാണ് നമ്മളുടെ ഹാബിറ്റേഷൻ. അതായത് നമ്മൾ ജീവിച്ചോളുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലോട്ട് മാറുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മേജർ കാരണം നടക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള പേഷ്യൻസിൻ്റെ അടുക്ക ഫസ്റ്റ് പ്രാവശ്യം അലർജി വന്നത് ചിലപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രാവശ്യം എപ്പോഴാണ് വന്നത്? ഇതൊരു എപ്പോഴും ചോദിക്കുമ്പോൾ ഇത് ഒരുപാട് വർഷമായിട്ടുണ്ട് ഡോക്ടർ, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട്. ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ ചോദിക്കും ആദ്യത്തെ പ്രാവശ്യം. ഇങ്ങനെ പിന്നെ ചോദിച്ചു പിന്നെ പേഷ്യൻ്റ് എന്ന് ചിലപ്പോൾ പറയും ഞാനൊരു പ്രാവശ്യം വീട് ഷിഫ്റ്റ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വദേശം ഈ പറഞ്ഞ പോലെ ഇടുക്കിയായിരുന്നു, ഞാൻ കളമശ്ശേരിയിൽ വന്ന് താമസം മാറി തുടങ്ങിയതിന്. അല്ലെങ്കിൽ ഇങ്ങനെ പറയും 4 വർഷമായിട്ടാണ് തുടങ്ങിയത്. അപ്പം ഞാൻ പറയും 4 വർഷത്തിന് മുമ്പ് എന്തെങ്കിലും മേജർ ഇവന്റ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്തെങ്കിലും ഒരു ഹൗസ് ഷിഫ്റ്റിങ്ങോ കൺസ്ട്രക്ഷനോ വീട് കൺസ്ട്രക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹാബിറ്റായിട്ട് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എറണാകുളത്ത് തന്നെ ചിലവർക്ക് പെരുമ്പാവൂരിൽ നിൽക്കുമ്പോൾ അലർജിയാണ്. ഈ മറ്റേ നമ്മുടെ ഈ പ്ലൈവുഡ് ഫാക്ടറീസ് ഒരുപാടുള്ളത്, അവർക്ക് നേരെ വന്ന് ഈ ചിലപ്പം എടപ്പള്ളിയിലോ അല്ലെന്നുണ്ടെങ്കിൽ എടപ്പള്ളി അലർജി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ചിലപ്പോൾ അവരുടെ അലർജൻ പ്ലൈവുഡിന്റെ സ്മെല്ലോ അതിൻ്റെ ഇതായിരിക്കാം, പൊടിയായിരിക്കാം. ഇവിടുത്തെ ആ മെറ്റീരിയലുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തപ്പോഴത്തേക്ക് അവർക്ക് ബെറ്ററാ. അതുകൊണ്ട് ഇൻഡെക്സ് തുടക്കം സിമ്പിൾ തിങ് പറയാം, കോവിഡിന് ശേഷം കോവിഡും അലർജിയും തമ്മിലുള്ള ബന്ധം നമുക്ക് ആ ബന്ധം എന്താണെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ ബന്ധം പറഞ്ഞ് ഇപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട്. കോവിഡിന് ശേഷം ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് അവർക്ക് പറയാൻ പറ്റുന്നുണ്ട്.
അതായത് 2021 തൊട്ടിട്ട് പിന്നെ എനിക്ക് തുടങ്ങിയ ഡോക്ടറെ 2022 തൊട്ടിട്ട് തുടങ്ങിയതാ. കോവിഡിന്റെ സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ശ്വാസം മുട്ടൽ വന്ന്. അതിനു മുമ്പ് എനിക്ക് ശ്വാസം മുട്ടലില്ലായിരുന്നു, മനസ്സിലായോ? ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെ തുമ്മലില്ലായിരുന്നു. കുട്ടികളിൽ എസ്പെഷ്യലി കുട്ടികളിൽ ഒരുപാട് ആ സമയത്ത് ജനിച്ച കുട്ടികളിൽ പിന്നീട് ഒരുപാട് അലർജിക് സിംറ്റംസ് അല്ലെങ്കിൽ നമുക്ക് ഈ കുട്ടികളിലെ അലർജി വരുമ്പോൾ മെയിൻലി വരുന്ന ഈ ദശവീക്കം, അഡിനോയിഡ് ദശവീക്കം. അപ്പോൾ അത് ഒരുപാട് കുട്ടികൾക്ക് ഈ കോവിഡ് ഒരു വലിയ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഈ അഡിനോയിഡ് എൻലാർജ്മെൻറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം മേ ബി അതിൻ്റെ ഒരു ഇപ്പം അലർജിയുടെ ഒരു കോസ് ഹൈജീൻ ഹൈപ്പോത്തസിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് തീരെ ചെറുതായിരിക്കുമ്പോൾ തീരെ എക്സ്പോഷർ ഇല്ലാതെ വരുന്നത് എൻവയൺമെൻറ്റൽ പൊല്യൂട്ടൻസിനോടോ നമ്മൾ ഒരുപാട് ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ വളരുന്ന കുട്ടികൾക്ക് പിന്നീട് ഓൾ ഓഫ് എ സഡൻ എക്സ്പോഷർ വരുമ്പോൾ ഇതൊരു ആക്സിലറേറ്റഡ് റെസ്പോൺസ് പോലെ വരാം. അപ്പോൾ അതൊരു കോസ് ഓഫ് അലർജിയാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ബോഡി കുറച്ചൊക്കെ എക്സ്പോസ്ഡ് ആവണം നമ്മുടെ ചുറ്റുമുള്ള അലർജൻസുമായിട്ട്, എന്നാലേ ഈ പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റം ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനോട് റിയാക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഫുൾ ടൈം മാസ്ക് വെച്ചിട്ട് അത് ഊരിയാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ അലർജി ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാർ പ്രത്യേകിച്ച് പീഡിയാട്രീഷ്യൻസ് പറയുന്നത് ഒരു 12 വയസ്സ് വരെയൊക്കെ കാണും, 12 വയസ്സ് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോവും. പലരും ചിലപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, ഡോക്ടറെ അന്ന് കൊച്ചുങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 വയസ്സായി, ഇപ്പോൾ 15 വയസ്സായില്ലേ, ഇതുവരെ മാറിപ്പോകുന്നില്ല, ഇതൊരിക്കലും മാറിപ്പോകത്തില്ല, ഇങ്ങനെ ഒരു ചോദ്യം വരും. ചിലവർക്ക് ഇതിനോട് ഈ മെമ്മറി സെൽസ് ഡെവലപ്പ് ചെയ്ത് ഓക്കെ ഇത് നമുക്ക് പറ്റാത്ത എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്ത് അതാണ് ഇപ്പം അലീനയുടെ കാര്യത്തിൽ അന്ന് സംഭവിച്ചത്. ബീഫിനോട് പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ പതുക്കെ അതങ്ങ് മാറി വന്നു. എനിക്ക് പൈനാപ്പിളിനോട് പ്രോബ്ലം ഉണ്ടായിരുന്നത് മാറി വന്നു. ചിലവർക്ക് അത് മാറി പോകാതെ അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് വേഴ്സൺ ചെയ്ത് പോകാം. അതായത് ഇനി എനിക്ക് ഫ്യൂച്ചറിൽ ബീഫിന് അലർജി വരാൻ സാധ്യതയുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അത് എനിക്ക് ഓൾറെഡി അലർജി ഉണ്ടായിരുന്നതാണ്, അതിപ്പോൾ മാറി, ഞാൻ ഓക്കെ ഇപ്പം നോർമലായിട്ട് പോകുന്നു, ഇനി ഇത് വീണ്ടും പഴയ പോലെ അലർജിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എപ്പം വേണമെങ്കിലും ചിലപ്പോൾ പോവാം. പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ അതുമായിട്ട് ഇനി കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? കാരണം യു ഹാവ് എ ഹൈ ഡിഗ്രി ഓഫ് സസ്പീഷൻ ദാറ്റ് ഓക്കെ എനിക്ക് പ്രോബ്ലം ഇതിനോട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴേലും നമ്മൾ അതുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് നമ്മൾ കഴിച്ചു ഉടനെ നമുക്ക് മനസ്സിലാവും, ഓ കഴിച്ചോണ്ടാ ഇപ്പം വന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് കുറച്ചും കൂടെ പറ്റും. സിമ്പിൾ തിങ് പറയാം, ഇപ്പം ചെമ്മീൻ്റെ കഥ എടുക്കാം. ഞാനും ചെമ്മീനും തമ്മിലുള്ള ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് പറയാം. എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സമയത്ത് ഞാൻ നമ്മുടെ ബാംഗ്ലൂരിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ TG ഉണ്ട്, ടു ഗോ ഫ്രൈഡേസോ അങ്ങനത്തെ ഒരു സംഭവം. അവിടെ പോയി ഞാൻ ടൈഗർ പ്രോൺസ് കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് അലർജിക് റിയാക്ഷൻ വന്നു. അനഫിലാക്സിസിലോട്ട് പോയിട്ടില്ലെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു സ്വെൽഡപ്പായി ഹെവിയായി, പക്ഷെ അതങ്ങ് സെറ്റിലായിപ്പോയി. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ചെമ്മീൻ കഴിക്കാം, ഈ കൊഞ്ചും ഇതും കഴിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ടൈഗർ പ്രോൺസ് എനിക്ക് പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഇടയിൽ എനിക്ക് ചെമ്മീനും പറ്റാതെ. അതെന്താണെന്ന് എനിക്ക് ഞാൻ പിന്നെ തപ്പി വന്നപ്പോഴത്തേക്കും മനസ്സിലാക്കിയത്, അതായത് എനിക്ക് ചെമ്മീൻ്റെ ആ മീറ്റിനോട് കുഴപ്പമില്ല. ചിലവർ നമ്മൾ ചിലപ്പോഴൊക്കെ വീട്ടിൽ അതിൻ്റെ തോടും കൂടെ വെച്ചിട്ട് ചിലപ്പം പ്രിപ്പറേഷൻ ഉണ്ടാക്കും, മൊത്തത്തിൽ തോട് കളയാതെ. അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ അതിൻ്റെ കറുത്ത നാര് കളഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ ചില ഹോട്ടലൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കംപ്ലീറ്റ് ക്ലീൻഡ് അല്ല എന്നുണ്ടെങ്കിൽ, അപ്പം നമുക്ക് ഈ മീറ്റിനോടായിരിക്കണമെന്നില്ല, അതിൻ്റെ ഷെൽ പ്രോട്ടീൻ ഉണ്ട്, ഷെല്ലിനോട് ചിലപ്പോൾ അലർജി വരാം. അപ്പം എനിക്കത് എന്താ വീണ്ടും മനസ്സിലാക്കി, അതായത് എനിക്ക് മീറ്റ് കുഴപ്പമില്ല, തോടും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടി ചിലപ്പം കൊച്ചുനാളിലൊക്കെ നമ്മൾ ചവച്ച് കഴിക്കത്തില്ല, തുപ്പിക്കളയാണ്. പക്ഷെ ഇത് ആദ്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ തോടിനോട് അലർജി വന്നു തുടങ്ങി. അപ്പം ഒരു സാധനത്തിൽ തന്നെ അതിൻ്റെ ഒരു ഫൈൻ പാർട്ടിക്കിളായിരിക്കും പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് അലർജി. മുന്നേ അലീന ചോദിച്ചില്ലേ, ചിലപ്പം ഒരു 3-4 പീസ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുഴപ്പം കാണത്തില്ല. ചിലപ്പോൾ ഒരു 1/2 കിലോ ചിലപ്പോൾ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നം. അതായത് ശരിക്കും പറഞ്ഞ ക്വാണ്ടിറ്റി മാറ്ററാണല്ലേ? ക്വാണ്ടിറ്റി ഒരു മാറ്ററാണ്, പക്ഷേ അത് നമ്മുടെ ഒരു ത്രഷോൾഡും നമ്മുടെ ബോഡിയുടെ ഒരു ത്രഷോൾഡും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എമംഗ് അതർ ഫാക്ടേഴ്സ് ഈ ക്വാണ്ടിറ്റി ഓഫ് അലർജൻ എക്സ്പോഷറും ഇസ് എ ഫാക്ടർ എന്നുള്ളത്. അതുപോലെ ഈ ഫുഡ് അലർജിയും ഫുഡ് ഇൻടോളറൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. ആൾക്കാരത് ഒരുമിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പാലാണെങ്കിൽ എനിക്ക് അലർജി, ചിലപ്പോൾ അത് മിൽക്ക് മറ്റേ ഇൻടോളറൻസ് ആവാം, അങ്ങനെ പറയുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫുഡ് അലർജി ബേസിക്കലി ഫുഡിലുള്ള പ്രോട്ടീൻസിനോട് നമ്മുടെ ഈ
ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് കൊടുക്കുന്നത് തന്നെയാണ് ഫുഡ് അലർജി. ഫുഡ് ഇൻടോളറൻസ് മോർ ഓഫ് ഗട്ട് സിംറ്റംസ് ആണ്, ഇൻഡൈജഷൻ പ്രശ്നങ്ങളാണ് കൂടുതൽ. അതൊരു ഫുഡ് അലർജി ആയിട്ട് പറയാൻ പറ്റില്ല. രണ്ടും രണ്ട് രീതിയിലാണ് മെക്കാനിസം വരുന്നത്. അതായത് ഇത് നമുക്ക് തുടക്കത്തിൽ വേണേൽ നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല, അതായത് തിരിച്ചറിയാനുള്ള ഒരു ഇൻടോളറൻസ് ആണോ അലർജി ആണോ എന്നുള്ളത് അതെങ്ങനെ മനസ്സിലാക്കാം? ഈ ഫുഡ് അലർജി വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഫുഡ് വയറ്റിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. അപ്പം ഫുഡ് ചിലപ്പോൾ എല്ലായ്പ്പോഴും ആമാശയത്തിൽ അലർജി ഫുഡ് ഉണ്ടാക്കുന്നത് കമ്പാരിറ്റീവ്ലി ഞാൻ കാണാത്ത കൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, വളരെ കുറവാണ്. കാരണം ഒന്നും കണ്ടുപിടിക്കാതെ ഇങ്ങനെ വയറ്റിളക്കം ഗ്യാസ്ട്രോയെ കണ്ടിട്ടുണ്ടായിരിക്കും, 1-2 ഗ്യാസ്ട്രോയെ കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പം ഒരു ഗ്യാസ്ട്രോ ഇതുപോലെ എൻ്റെ ഒരു പേഷ്യൻറ്റിന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്നോടാ മിൽക്കായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. ഈ ഇൻടോളറൻസ് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ പറയാം. എൻ്റെ കുഞ്ഞ് പിറന്നു വീണപ്പോഴത്തേക്കും അത് ആദ്യത്തെ ഒരു 6 മാസം ഭയങ്കര കരച്ചില്ല, ഭയങ്കര ഇറിറ്റബിളും കരച്ചില്ല. അപ്പം യൂഷ്വലി എന്താ നമ്മൾ കുഞ്ഞ് കരയുമ്പം അമ്മമാരെന്താ ചെയ്യുന്നത്? പാല് കൊടുക്കും. ഇത് കുഞ്ഞ് പാല് കുടിക്കുമ്പോഴത്തേക്കും കുഞ്ഞ് ഇറിറ്റേറ്റഡ് ആവും, പിന്നെ കരയും. അതായത് കുറച്ച് കുടിച്ചൊരു കുറച്ചു നേരം ഒന്ന് ചപ്പിക്കഴിഞ്ഞാൽ ഉടനെ അവളങ്ങ് കരഞ്ഞു തുടങ്ങും, ബുദ്ധിമുട്ടി തുടങ്ങും, പിന്നെ കുടിക്കത്തില്ല, പിന്നെ ഇങ്ങനെ തട്ടിയിരിക്കും. എന്നപ്പം ആദ്യം നമ്മൾ പലരും കാണിക്കുമ്പോൾ പലരും പുള്ളി ആക്ച്വലി എൻ്റെ വൈഫ് ആക്ച്വലി ഗ്യാസ്ട്രോ സർജനെയൊക്കെ കൊണ്ടുപോയി കാണിച്ചാലോ എന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിയും ഡോക്ടർ ആണെങ്കിൽ പോലും. അപ്പം അന്ന് നമ്മൾ ഒരുപാട് ഓൾമോസ്റ്റ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ബെഡിൽ കിടത്താൻ പറ്റത്തില്ല. ബെഡിൽ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയും. അപ്പോൾ കയ്യിൽ ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ ഉറങ്ങും, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ അപ്പോൾ ഞാനെപ്പോഴും വർക്ക് കഴിഞ്ഞ ഒരു പുള്ളിക്കാരി മെറ്റേണിറ്റി ലീവിലായിരുന്നല്ലോ, വർക്ക് കഴിഞ്ഞ് വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യും. കാരണം എന്താ ഞാൻ വന്നു കഴിഞ്ഞാൽ ഉറങ്ങുമെന്നുള്ള രീതിയിൽ. അപ്പം എനിക്കും അറിയത്തില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതാണ്. അപ്പോൾ ബേസിക്കലി എന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജനിച്ചപ്പോഴത്തേക്ക് മിൽക്ക് ഇൻടോളറൻസ് ഉണ്ടായിരുന്നു. ഈ മിൽക്ക് അപ്പോഴത്തേക്ക് അവൾക്ക് പറ്റാൻ്റെ പ്രശ്നമാണ് അവള് ഈ ആദ്യത്തെ 6 മാസം കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ എൻ്റെ അസസ്മെന്റ് പറയുന്ന 2 കൊച്ചിന് 2 വയസ്സായപ്പോൾ ഉള്ള റെട്രോസ്പെക്റ്റീവ് അസസ്മെന്റ് കേട്ടോ. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി ബുദ്ധിപരമായി മനസ്സിലാക്കിയതൊന്നുമല്ല. ആദ്യത്തെ ഒരു 6 മന്ത്സ് കൊച്ചിന് മിൽക്ക് അലർജി ഉണ്ടായിരുന്നു, ഇൻടോളറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇൻടോളറൻസ് കാരണം കുടിക്കുന്നത് കുറവാണ്, മനസ്സിലായോ? അപ്പോൾ കക്കിക്കൊണ്ടിരിക്കും. അപ്പം ഓർഡർ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ് കക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടും നമ്മൾ ഈ കരച്ചിലുണ്ടല്ലോ, അതെനിക്ക് പിന്നെ ഒരുപാട് നാളിന് ശേഷം ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഗേർഡ് കാരണമുള്ള റിഫ്ലക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി കൊച്ചിനെ അന്ന് കോവിഡ് ടൈമാ. അപ്പൊ ഞാൻ ഈ എന്തെങ്കിലും ഒരു രാത്രി വന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഒരു ഇതും വെച്ചിട്ട് ഞാൻ ചെയറിൽ ബെഡിൽ കാലും വെച്ച് ചെയറിൽ ഇരുന്നിട്ട് ഇവിടെ ഒരു പില്ലോയും വെച്ച് ഫീഡിങ് പില്ലോയും വെച്ച് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവളുടെ പൊസിഷൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും റിഫ്ലക്സ് കുറവാണ്. ഇതിനെ മാറ്റി ഞാൻ നേരെ കൊണ്ടുപോയി കിടത്തുമ്പോഴത്തേക്കും റിഫ്ലക്സ് വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടായി തുടങ്ങുന്നു. പക്ഷെ ഈ 6 മാസത്തെ ആദ്യത്തെ മിൽക്ക് ഇൻടോളറൻസ് എന്നുള്ളത് ഡോക്ടർ പറഞ്ഞ പോലെ അതുമായിട്ട് എക്സ്പോഷർ വന്ന് അത് പിന്നെ ടോളറേറ്റ് ചെയ്യുന്ന ലെവലിലോട്ട് മാറി. അതായത് ഇപ്പൊ ആൾക്ക് മിൽക്ക് ഇൻടോളറൻസ് ഇല്ല. അപ്പൊ എന്നാലും ആൾക്ക് മിൽക്ക് ഭയങ്കര താല്പര്യം ഇല്ല. കാരണം ഒരുപാട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു 1/4 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് കുടിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഈസി ആയിട്ട് 1 ഗ്ലാസ് കുടിക്കുന്നതല്ലേ. ഒരു 3/4 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ ശേഷം ഡിന്നർ കൊടുത്തു കഴിഞ്ഞാൽ അവളെല്ലാം കൂടെ ചെന്ന് വോമിറ്റ് ചെയ്യും. അപ്പം ദ എമൗണ്ട് ഓഫ് വാട്ട് യു ഡ്രിങ്ക് ഓൾസോ മാറ്റേഴ്സ്. അതുകൊണ്ട് ഈ പേരൻസ് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കണമെന്ന് പറയുന്നത്. അതായത് പാല് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് പാലായിട്ട് കുടിക്കുമ്പോഴേ പ്രോബ്ലം ഉള്ളൂ. 1 ഗ്ലാസ് ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം മിൽക്കിന്റെ അളവ് കുറവാണ് അതിനകത്ത്, ബാക്കി വെള്ളമാണല്ലോ. അപ്പൊ ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്ന ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള ഒബ്സർവേഷൻസ് വേണം. നമ്മൾ ചിലപ്പോൾ ഒരു പേഷ്യന്റുമായിട്ട് ഒരു സിറ്റിംഗിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഒരു 3-4 സിറ്റിംഗ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുക. അതുവരെ അപ്പൊ ഈ രോഗിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? മരുന്ന് കൊടുക്കും, റെസ്പോണ്ട് ചെയ്യും, മരുന്ന് നിർത്തും, വീണ്ടും ബുദ്ധിമുട്ട് വരും. മരുന്ന് നിർത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാസം ബുദ്ധിമുട്ടില്ലാതിരിക്കണ്ടേ. തണുപ്പ് അലർജിയുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ആൾക്ക് വർക്ക് ചെയ്യുന്ന സ്പേസിൽ ഫുൾ AC ആണ്, തണുപ്പ് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ആൾക്ക് തണുപ്പാണ് അലർജിയും. ഇതിനെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
തണുപ്പ് മാത്രം ആവണം എന്നില്ല ഈ അലർജി ഉണ്ടാക്കുന്നത്. ഇപ്പം തണുപ്പുള്ള ഇപ്പം AC, ഇപ്പം കൂടുതൽ ആൾക്കാരും പറയുന്നത് AC ഉള്ള സ്ഥലങ്ങളിലിരിക്കുമ്പോൾ അലർജി വരുന്നു. ഇപ്പം നമ്മൾ റെഗുലർലി ക്ലീൻ ചെയ്യാത്ത AC വെൻറ്റിലാണെങ്കിൽ തണുപ്പിൻ്റെ കൂടെ പൊല്യൂട്ടൻസും വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഇപ്പം നമ്മളിപ്പോൾ പറയുന്നു അലർജി ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അലർജി നമുക്ക് എപ്പോഴും ഉണ്ട്. അലർജി കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല ശരിക്കും. അപ്പോൾ ആസ് ലോങ് ആസ് ദ അലർജൻ ഇസ് പ്രസൻറ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ട്രീറ്റ്മെന്റ് ഇപ്പം നമ്മളൊരു ഡയബറ്റിക്കിന് നമ്മൾ മെഡിസിൻ എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രഷറിന് മെഡിസിൻ എടുക്കുന്നത് പോലെ ലൈഫ് ലോങ് ചിലപ്പോൾ എടുക്കേണ്ടിയൊന്നും വരത്തില്ല, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഈ സിറ്റുവേഷൻ ആ എൻവയോൺമെന്റിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റുമോ? അതൊരു ഹെൽത്തി പ്രാക്ടീസ് ആണോ? എപ്പോഴും എൻവയോൺമെന്റ് ആയിരിക്കണമെന്നില്ല പ്രോബ്ലം. സംടൈംസ് ഇറ്റ് മൈറ്റ് ബി ദ എൻവയോൺമെന്റ്. എല്ലാത്തിനും നമുക്ക് എൻവയോൺമെന്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ആസ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസനാളികളുണ്ട് ശ്വാസകോശത്തിനകത്ത്, നമ്മൾ അതിനെ എയർവേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയർവേസിനകത്ത് ഈ ചുമന്ന തൊലിയുണ്ട്. ഈ അലർജി അടിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു ട്യൂബ് പോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സൈസ് ഒന്നുമില്ല, ചെറിയ ട്യൂബാണ്. അപ്പോൾ ഇതിനകത്ത് ഈ തൊലി തിണർക്കുമ്പോൾ ഇതിൻ്റെ വിസ്തീർണം കുറയും. കുറഞ്ഞ വിസ്തീർണത്തിൽ കൂടെ കാറ്റ് കയറി പോകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ആ മർദ്ദത്തിൻ്റെയാണ് നമ്മൾ സഫീഷ്യന്റ് ആയിട്ട് ശ്വസിക്കാൻ പറ്റുന്നില്ല. ആ എയർ കയറി പോകുമ്പോഴത്തേക്കും ആ മർദ്ദത്തിൽ വരുന്ന വ്യത്യാസമാണ് നമ്മൾ കൂടുതൽ ശബ്ദമായിട്ട് കേൾക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഐസിനകത്ത് കൊണ്ടുപോയി ഐസ് വെള്ളത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? കൈ മരവിപ്പിക്കും. അതേപോലെ തന്നെ നമ്മൾ തണുത്ത കാറ്റ് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ശ്വാസനാളിക്കകത്തോട്ട് തണുത്ത കാറ്റ് കയറി പോകുമ്പോഴത്തേക്കും ഇതിനെ വീണ്ടും ചുരുങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി കാണും. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് കൂടും. അതുകൊണ്ടാണ് മിക്കപ്പോഴും ആസ്മാറ്റിക്സിൻ്റെ ബുദ്ധിമുട്ടോട് ഏർലി മോർണിംഗ് ആയിരിക്കും പൊതുവെ കൂടുതൽ കാണാറില്ല. രാവിലെ 3 മണിക്ക് കൊച്ചെണ്ണീറ്റിരുന്ന് ചുമക്കുന്ന, അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ഒന്ന് രാവിലെ ചുമക്കുന്ന, അല്ലെങ്കിൽ രാവിലെ എണ്ണീക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടലോട് എണ്ണീക്കുന്നത്. കാരണം രാവിലെ ആകുമ്പോൾ ഊഷ്മാവ് കുറവാണ്. ഊഷ്മാവ് കുറയുമ്പോഴത്തേക്കും ഇത് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇനി ഇതെല്ലാവർക്കും കറക്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സിമ്പിൾ തിങ്. എൻ്റെ അടുക്ക പേഷ്യൻസ് ചോദിക്കുന്ന, ഡോക്ടറെ ഫാൻ ഉപയോഗിക്കണോ AC ഉപയോഗിക്കണോ? എന്തുത്തരം കൊടുക്കും? രണ്ടും ഇപ്പം നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് ആൾക്കാരിൽ വ്യത്യാസപ്പെടാം. ചിലർക്ക് ഫാൻ ഒക്കെ ആയിരിക്കും, ചിലർക്ക് അതാണ് ചെറിയ ഡോക്ടറെ കേട്ടോ നമ്മുടെ കൂടെ ഇരുന്നിരുന്നത്. അത് തന്നെ കറക്റ്റ്. അതെന്താ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻഡോർ അലർജൻസ് ആണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ദാൻ ഔട്ട്ഡോർ അലർജൻ. അതായത് പുറത്തിറങ്ങുമ്പോൾ വണ്ടി പോകുന്നത്, വണ്ടിയുടെ പുക, ഇതിനേക്കാളും കൂടുതൽ ഫാൻ ഇടുമ്പോഴത്തേക്കും കാറ്റിന്റെ മൂവ്മെന്റ്, നല്ല സ്പീഡിൽ കാറ്റിന്റെ മൂവ്മെന്റ്, പൊടി പൊങ്ങുക. ഇൻഡോർ ഡസ്റ്റിനോട് അലർജി കൂടുതലുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാൻ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ AC കംഫോർട്ടബിൾ ആയിരിക്കും. കൂടുതലും തണുപ്പിനോട് ബുദ്ധിമുട്ട് വരുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായോ? ഈ സ്പാസം ഇതെല്ലാം കൂടുതൽ തണുത്ത സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് AC അവർ ഫാനിൽ കംഫോർട്ടബിൾ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ട്രീറ്റ്മെന്റ് ഷുഡ് ബി കസ്റ്റമൈസ്ഡ്. പേഷ്യന്റിന്റെ അടുക്ക തന്നെ ചോദിക്കുക, രണ്ടും ഉപയോഗിച്ചിട്ടുണ്ടോ, ഏതിലാണ് കംഫോർട്ടബിൾ. അപ്പം നമുക്ക് പേഷ്യന്റ് തന്നെ ആയിരിക്കും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം പറയുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ കോൺസ്റ്റന്റ് ക്ലീനിങ്, ഫാൻ ആണെങ്കിലും AC ആണെങ്കിലും റുട്ടീൻലി ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും വർക്ക് ചെയ്യുമ്പോൾ പൊടി പറക്കും. ഈ പൊടി അലർജി വളർന്നാണോ ആസ്മയാവുന്നത്? അതായത് അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ആവണമെന്നില്ല. പറന്നു വീഴുന്ന കുട്ടികൾക്ക് വരെ ആസ്മയായിട്ട് പറന്നു വീഴാം. അലർജിക്ക് പൂർണ്ണമായിട്ടും ഒരു ചികിത്സയുണ്ടോ? വൺ വേർഡിൽ പറഞ്ഞ അലർജി പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം. നമ്മൾ കൂടുതലും നമ്മളിപ്പം ബേസിക്കലി ആദ്യം കൊടുക്കുന്നൊരു ട്രീറ്റ്മെൻറ്റ്, ഇപ്പം അലർജി ഉണ്ടാവുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയിൽ സെൽസ് ഉണ്ടാവുന്നത്, അതിൽ നിന്ന് ചില കെമിക്കൽ മീഡിയേറ്റേഴ്സ് വന്നിട്ടാണ് ഈ അലർജിക് റെസ്പോൺസ് ഉണ്ടാവുന്നത്. നമ്മൾ ഇനീഷ്യലി പേഷ്യൻസിന് നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ മീഡിയേറ്റേഴ്സിൻ്റെ ലെവലിൽ ആക്ട് ചെയ്യുന്ന മെഡിസിൻസാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നത് ഇപ്പോൾ സെട്രസിൻ, മോണ്ടിലൂക്കാസ് ഇങ്ങനെ, അല്ലെങ്കിൽ നേസൽ സ്പ്രേസ്, ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു സിംറ്റം ഉണ്ടാക്കുന്ന ലെവലിലുള്ള കൺട്രോളാണ്. ഒരു കോസേറ്റീവ് ലെവലിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് തീരെ കൺട്രോൾഡ് ആവാതെ വരുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഈ ഇമ്മ്യൂണോതെറാപ്പീസ് എന്ന് പറയുന്നത്. അതെന്താണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇപ്പം നമുക്ക് എന്തിനോടാണ് അലർജി എന്ന് സോർട്ട് ചെയ്തിട്ട് ഈ സ്കിൻ പ്രിക് ടെസ്റ്റ്, IG പോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ നമുക്ക് അലർജി ഉള്ള ആ അലർജൻ ചെറിയ ക്വാണ്ടിറ്റീസിൽ നമ്മുടെ ബോഡിയിലേക്ക് പ്രസൻറ്റ് ചെയ്യും. അത് ഒന്നെങ്കിൽ 2 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ സബ്ലിംഗൽ, നാക്കിൻ്റെ അടിയിൽ കൊടുക്കുന്നത്, പിന്നെ ഒന്ന് തൊലിയുടെ അടിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പം അതിനകത്ത് അതാദ്യം ചെറിയ ഡോസിൽ കൊടുക്കും, സോ ദാറ്റ് അലർജിക് റെസ്പോൺസ് വന്നാൽ പോലും ഒരു സിവിയർ റെസ്പോൺസ് വരാതിരിക്കാൻ. എന്നിട്ട് ഗ്രാജുവലി കൂട്ടി ഒരു മെയിൻ്റനൻസ് ഡോസ് ആക്കിയിട്ട് അത് റെഗുലർ ഇൻ്റർവെൽ സേ ഒരു 4 to 6 വീക്സിൽ കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി അതിനോട് ടോളറൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ലോങ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് അത്ര മോട്ടിവേറ്റഡ് ആയിരിക്കണം. ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആണ്, 3 years എടുക്കും. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇനീഷ്യൽ മെഷേഴ്സിലൊന്നും കൺട്രോൾഡ് ആവാതെ വരുന്ന അലർജിക്കാണ്. അപ്പം അതിന് ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് കഴിയുന്ന പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് നിർത്തിക്കഴിഞ്ഞാലും കുറേ നാൾ വരെ അലർജിക് സിംറ്റംസ് കുറഞ്ഞിരിക്കും. നമ്മളിപ്പോൾ അല്ലാണ്ട് റെഗുലർലി ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം വല്ലപ്പോഴും വരുന്ന അലർജി ആണെങ്കിൽ സാധാ കഴിക്കുന്ന ഒരു നമ്മൾ ഈ സിട്രസിൻ ലീവോസിട്രസിൻ എന്നൊക്കെ പറഞ്ഞ് കഴിക്കില്ലേ, അങ്ങനത്തെ മെഡിസിൻസ് മതി. അതല്ല ഒരു സീസണൽ എക്സ്പോഷർ വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ സീസണിലാണ് റെക്കറൻ്റ്ലി അലർജി വരുന്നെങ്കിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക കൂടുതലും ഇപ്പം ENT സൈഡിൽ നിന്നാണെങ്കിൽ നമ്മൾ കൂടുതലും നേസൽ സ്പ്രേസ് കൊടുക്കും, മൂക്കിലടിക്കുന്ന സ്പ്രേ. അത് ഇപ്പം സ്റ്റീറോയിഡ് സ്പ്രേസ് ഉണ്ട്, അതല്ലാണ്ട് തന്നെ കോമ്പിനേഷൻ സ്പ്രേസ് ഉണ്ട്. നമ്മൾ ഈ അലർജി മാനേജ് ചെയ്യേണ്ട കോൺസ്റ്റുവൻറ്റും കൂടെ ഉള്ള സ്പ്രേസ് ഉണ്ട്. അത് യൂഷ്വലി ഒരു 3 to 6 months ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി കൊടുക്കും. പിന്നെ ഇവരെ അസസ് ചെയ്തുകൊണ്ടിരിക്കും റെസ്പോൺസ് അനുസരിച്ച്. ഇപ്പം അലർജിയുള്ള എല്ലാവർക്കും നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള സിംറ്റം മാനേജ് ചെയ്യും. അപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഒരു എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ വീണ്ടും അലർജിക് റെസ്പോൺസ് വരാം. ഓക്കെ, അതായത് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനൊരു പൂർണ്ണമായിട്ടൊരു പരിഹാരമില്ല. അങ്ങനെ ആരെങ്കിലും പറയാന്നത് കള്ളവാ ആണോ? ഞാൻ അതെ ഡോക്ടർ വളരെ സത്യസന്ധമായിട്ടാണ് ഉത്തരം പറഞ്ഞത്. അപ്പം നമ്മുടെയൊക്കെ പേഷ്യൻസ് വരുമ്പോഴത്തേക്കും അല്ലെ ഈ അസുഖം ഇതാന്ന് കണ്ടുപിടിച്ച് കഴിക്കുമ്പോഴത്തേക്കും അഡൽസിൽ പിന്നെ കുഴപ്പമില്ല. കൊച്ചുങ്ങളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ പേരൻസും ചോദിക്കുന്ന ചോദ്യം ഡോക്ടർ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ വേർഡിങ്സ് ഉണ്ട്, അലർജി ഈസ് നോട്ട് എ ക്യൂറബിൾ പ്രോബ്ലം ബട്ട് ഇറ്റ് ഈസ് എ കൺട്രോളബിൾ പ്രോബ്ലം. അതായത് അലർജിയെ ക്യൂർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ മാറ്റി നീക്കുക എന്നുള്ളത്. അത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാവണമെന്നില്ല എപ്പോഴും. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്ത് വീണ്ടും ബുദ്ധിമുട്ട് വരാത്തൊരു ലെവലിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ട്രീറ്റ്മെന്റിലും പോകുമ്പോഴത്തേക്കും ഇത് മാറ്റിത്തരാം. ഞാൻ അവർക്ക് കാരണം സത്യസന്ധമായിട്ട് അവരെ ബോധിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ട്രീറ്റ്മെൻറ്റിൽ ഞാൻ വിശ്വസിക്കുന്ന 3 കാര്യങ്ങൾ ഭയങ്കര പ്രധാനമാണ്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഞാൻ 50% ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് പറ്റാത്ത അലർജനെ ഒഴിവാക്കുക, അതായത് അവോയ്ഡൻസ് ഓഫ് അലർജൻ. ഞാനിത് 50% കൺസിഡർ ചെയ്യുന്നത്. പകുതി പ്രശ്നം അവിടെ കഴിഞ്ഞു. അതെ. 40% എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ്, മരുന്ന്. 10% എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ്. അത് ഒരുമിച്ച് വെക്കാം, മെഡിസിനും ഫോളോ അപ്പ് ഒരുമിച്ച് വെക്കാം. അതെ, ഈ 3 കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ. അപ്പം ഇതിനകത്ത് എൻ്റെ ജോലി 40% ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ ജോലി. എൻ്റെ ജോലി 50% എന്തുകൊണ്ട് അലർജി വരുന്നു എന്നുള്ളതിനെ കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഈ ഇമ്പോർട്ടൻസ്, ഫോളോ അപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, അത് നമ്മളിത് പേഷ്യൻറ്റുമായിട്ടൊരു സത്യസന്ധമായിട്ട് തന്നെ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ, അതായത് ഇത് ക്യൂറബിൾ പ്രോബ്ലം അല്ല ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 90-95% അവർ പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കി തന്നെ ഫോളോ അപ്പിന് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് പരിഹാരം. അതെ, നമ്മളൊരു ഫോൾസ് പ്രോമിസ് കൊടുക്കേണ്ട ആവശ്യമേ അതിനകത്തില്ല. എൻ്റെ ഒരു സുഹൃത്തിന് ആൾക്ക് എഗ്ഗ് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും കഴിക്കുമെന്ന് പറയുന്ന ആൾക്കല്ലേ. ഇപ്പം എഗ്ഗ് ഏതവസ്ഥയിൽ കൊടുത്താലും ഏത് സാഹചര്യത്തിൽ കൊടുത്താലും കഴിക്കുന്ന ആൾക്ക് ഇപ്പം എഗ്ഗ് കഴിക്കാൻ പറ്റുന്നില്ല. ആൾക്ക് നിരാശയൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കാൻ എത്തുന്നില്ലല്ലോ എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഇതിന് മറുചോദ്യമാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. മുട്ട വെള്ള കഴിക്കുമ്പോഴാണോ അലർജി വരുന്നത്, മഞ്ഞ കഴിക്കുമ്പോഴാണോ അലർജി വരുന്നത്? ഓക്കെ, രണ്ടും ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് വ്യക്തതയില്ല. ഓക്കെ, ഇനി 2 ഇതല്ല, കോഴിമുട്ടയാണോ താറാമുട്ടയാണോ കാടമുട്ടയാണോ? കോഴിമുട്ട. അപ്പം നമുക്ക് ഇതിനകത്ത് ഒന്ന് ഇതാണ്, നമ്മൾ ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കൺസേൺ ഉള്ളവർക്ക് നമുക്ക് സ്കിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. മനസ്സിലായോ? എഗ് യോക്കും ചെയ്യാം, എഗ് വൈറ്റും ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. യോക്ക് നമുക്ക് നോക്കാൻ പറ്റും, വൈറ്റും നോക്കാൻ പറ്റും. എനിക്ക് ചിലർക്ക് എഗ് വൈറ്റിന് മാത്രം പ്രോബ്ലം കാണുന്നവരുണ്ട്, യോക്കിന് പ്രോബ്ലം കാണുന്നവരുണ്ട്. ഇനി ഇത് രണ്ടിൽ പ്രോബ്ലം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഓൾട്ടർനേറ്റീവ് ഫോം നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും താറാമുട്ട കഴിച്ചു നോക്കുക. ഒരാൾക്ക് എല്ലാ മുട്ടയ്ക്കും ഒരുമിച്ച് അലർജി വരില്ല. എല്ലാം താറാവിന്റെ അല്ലേ മുട്ട, കോഴിയുടെ അല്ലല്ലോ.
ഓക്കെ. ജനിതകം മാറിയില്ലേ? താറാവിന്റെ ജനിതകം അല്ലല്ലോ കോഴിയുടെ ജനിതകം, അതിന്റെ അല്ലല്ലോ കാടയുടെ ജനിതകം. ഓക്കെ. അപ്പോൾ ആൾക്ക് മുട്ട കഴിച്ചാൽ പോരെ? അതെ, ആൾക്ക് മുട്ട കഴിക്കണം. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് എഗ്ഗ്, മിൽക്ക് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നുള്ള ഓപ്ഷൻ എന്താ? പശുവും പാല് പറ്റത്തില്ല എന്ന് വെച്ചാൽ, കൗസ് മിൽക്ക് പറ്റത്തില്ലേ, പിന്നെ നമ്മൾ എന്ത് നോക്കണം? ആട്ടിൻപാല് നോക്കണം. ഓക്കെ. ആട്ടിൻപാലും പറ്റത്തില്ലേ, പിന്നെ സോയ മിൽക്ക് നോക്കണം. പണ്ടത്തെ പോലല്ലേ, ഇപ്പം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പം ആട്ടിൻപാലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിലയും കൂടുതലാണ്. ഓക്കെ. ഓ, അങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ സ്കിൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കേണ്ടത്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു കാര്യം അറിയണം. മനസ്സിലായോ? ശരിക്കും സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ ഭയങ്കര ഒരു വ്യത്യാസം വരുന്നു എന്നല്ല, നമുക്കുള്ള അലർജൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം, അത് അവോയ്ഡ് ചെയ്യാം, അലർജി ഇല്ലാത്ത ഇതും കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ആൾക്ക് ദേഹം ചൊറിഞ്ഞു തടിച്ചാണ് വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏത് ഡോക്ടറിനെയാണ് കാണേണ്ടത്? അതായത് അലർജിയാണ്, എന്തോ ഒരു അലർജിയാണെന്ന് മനസ്സിലായി, ശരീരം ചൊറിഞ്ഞു തടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്വാസമുട്ടൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഏത് ഡോക്ടറെ കാണും? ഈ സ്കിന്നിനെ കാണണോ, റെസ്പിറേറ്ററി കാണണോ, അത് ENT കാണണോ, എന്താണ് ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ സിവിയറായിട്ട് ദേഹം നല്ല ചൊറിഞ്ഞു തടിക്കുന്നുണ്ട്, ശ്വാസം മുട്ടൽ പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു OP പോയി കാണാൻ വെയിറ്റ് ചെയ്യരുത്. ഏറ്റവും അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ കാണുക. ബിക്കോസ് ഇത് എപ്പം ഒരു സിവിയർ റിയാക്ഷൻ ആവുമെന്ന് പറയാൻ പറ്റില്ല. അല്ലാണ്ട് ഇപ്പോൾ ബേസിക്കലി ഫുഡ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞ് തടിക്കുന്നതും അങ്ങനെയാണെങ്കിൽ സിവിയർ സിംറ്റംസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുവേ അവർ തന്നെ ആയിരിക്കും ചിലപ്പം സ്കിന്നാകുമ്പോൾ അവർ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും കാണുന്നത്. പക്ഷേ എനിക്ക് ഫ്ലോ വരാറുണ്ട് സ്കിൻ പ്രോബ്ലം ആയിട്ട്. കാരണം പലരും എന്നെ ഒരു അലർജിക് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ പലർക്കും എന്നെ അറിയാവുന്നത്, ഞാനൊരു പൾമോണോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ, ശ്വാസകോശ വിദഗ്ധൻ. അപ്പോൾ പൊതുവേ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസിൽ നമ്മൾ ചിലപ്പോൾ അലർജി ആയിരിക്കും കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ്. മനസ്സിലായോ? ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ പൾമോ വരുമ്പോഴത്തേക്കും ക്യാൻസറിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ കാണും, പൾമോയിൽ തന്നെ ക്യാൻസറിൽ ഇൻട്രസ്റ്റ് ചെയ്യും. അപ്പം എൻ്റെ ഫീൽഡ് ഒരു അലർജിക് ഫീൽഡാണ് കൂടുതൽ. അപ്പം എനിക്ക് വരുമ്പോഴത്തേക്കും സ്കിൻ കേസസും എല്ലാം വരാറുണ്ട്. അപ്പം അത് നമുക്ക് ഏത് ഡോക്ടറെ വേണമെങ്കിലും സമീപിക്കാം അല്ലേ? അല്ല, ഒരു അലർജിക് സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുക എന്നുള്ളതാണ്. അതെ ഒരു അതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അലർജി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്കിന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നോസ് ENT ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ചെസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മോർ ദാൻ ദാറ്റ്, ഇപ്പം ഞാനൊരു സ്കിൻ കേസിനെ കണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാനല്ല എൻ്റെ സ്കിൻ ട്രീറ്റ് ചെയ്യുന്നത്. എൻ്റെ ചിലപ്പോൾ ആ ഫസ്റ്റ് 50% ആയിരിക്കാം. അവരെൻ്റെ തിരക്കി വരുമ്പോഴത്തേക്കും ആദ്യത്തെ 50% എന്താ അലർജിയെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ജോലി. അത് കണ്ടുപിടിച്ച് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്കിന്നിനകത്ത് തേക്കേണ്ട ഓയിൻമെന്റ് ആണെങ്കിലും മരുന്നാണെങ്കിലും അവർ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുക്കലോട്ട് വിടുക. സെയിം തിങ്. അത് ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യം. അതായത് ഡോക്ടറിൻ്റെ അടുക്കെ ശ്വാസമുട്ടല്, എനിക്ക് ഡോക്ടർ ഒരുപാട് പേഷ്യന്റ് അങ്ങനെ വിട്ടിട്ടുണ്ട്. പേഷ്യന്റിന് ഒരു ശ്വാസമുട്ടലും കാണത്തില്ല, തുമ്മലായിട്ടായിരിക്കും ഡോക്ടറിൻ്റെ അടുക്കെ ചെന്നേക്കുന്നത്. ഡോക്ടർ ജസ്റ്റ് ആസ് യൂഷ്വൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുമല്ലോ പേഷ്യന്, നല്ല കുറുങ്ങലേക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ പേഷ്യന്റ് സിംറ്റമാറ്റിക് ആയിരിക്കത്തില്ല, എസിംറ്റമാറ്റിക് ആയിരിക്കും. അപ്പം പറയും ഡോക്ടർ ഷൈൻ എന്ന് പോയി കണ്ടോ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ലങ്സിന്റെ വരുമ്പോൾ. ചിലപ്പോൾ ആസ്മയായിട്ടായിരിക്കും വരുന്നത്. ആസ്മ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പർ, അതായത് നമ്മുടെ കണ്ടനാളിക്ക് മേലെയുള്ളത് അപ്പർ എയർവേയും കണ്ടനാളിക്ക് താഴെയുള്ളത് ലോവർ എയർവേയാണ്. ഈ അപ്പർ എയർവേയെ അലർജൻ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ എയർവേയും മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ഒറ്റ ശരീരത്തിനകത്തുള്ള സാധനം. ഇപ്പൊ ഞാൻ ലങ്സ് മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ, ഞാൻ ശ്വാസോച്ഛ്വാസത്തിന് മാത്രം വെച്ച് അങ്ങനെ പറ്റത്തില്ല ഇതിനകത്ത്. അതായത് അതൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് വേണ്ടി വരും ഇതിനകത്ത്. പല സ്പെഷ്യലിസ്റ്റിന്റെ ഒരു അപ്രോച്ച് വേണ്ടി വരും. അപ്പൊ ഞാൻ റെസ്പിറേറ്ററി ട്രീറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഡോക്ടറിന്റെ അപ്പർ എയർവേ മാനേജ്മെന്റും കൂടെ പ്രോപ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ പേഷ്യന്റിന് ഒരു കൺട്രോളബിൾ സിറ്റുവേഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ഇമ്പ്രൂവ്മെന്റ് വരും, ഇത് ഫ്ലെയർ അപ്പ് ആകുമ്പോൾ വീണ്ടും ഇത് മോശമാവും, അപ്പൊ എന്റെ ഇത് കൺട്രോൾ ആവുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതായത് എനിക്ക് മനസ്സിലായത്, നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ ആരെയും നോക്കരുത്, നിങ്ങളൊരു കാഷ്വാലിറ്റി പോവുക. നിങ്ങൾക്ക് സംശയമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു അലർജിക് സ്പെഷ്യലിസ്റ്റിനെ കാണുക. നിങ്ങൾക്ക് ഇച്ചിങ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കിന്നിനെ കണ്ടാലും തെറ്റില്ല. നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടൊരു പ്രശ്നമാണ് വരുന്നെങ്കിൽ നിങ്ങൾ ഒരു പൾമനോളജിസ്റ്റിനെ കണ്ടാലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഏരിയയിലുള്ള ഒരു ഫേസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഹെഡ് റിലേറ്റഡ് ഇഷ്യൂവിന് നിങ്ങൾക്കൊരു ENT കാണാം. ഈ 3 ഇടത്ത് എവിടെ പോയാലും ഓക്കെയാണ്. ബേസിക്കലി അലർജി ഒരു നമ്മുടെ ഹോൾ ബോഡിയുടെ തന്നെ മാനിഫെസ്റ്റേഷൻ ആണല്ലോ. അത് ഏതിൽ സിംറ്റംസ് കൂടുതലുണ്ട് അതനുസരിച്ചിട്ടൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മളെ തന്നെ ഒന്ന് കാണണമെന്നല്ല. പിന്നെ സാറ് പറഞ്ഞാൽ നമ്മളിപ്പോൾ അലർജി ഉള്ള ഒരു പേഷ്യൻറ്റിനെ ഹോളിസ്റ്റിക് ആയിട്ടായിരിക്കും നോക്കുക. അപ്പോൾ വേറൊരു സിസ്റ്റം ഇൻവോൾവ് ആണെന്ന് തോന്നിയാൽ ക്രോസ് കൺസൾട്ടേഷൻസ് കൊടുക്കും.
അങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ പറ്റുക. ഓക്കെ. ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന അലർജികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത്? പൊടി, പുക, സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല്, തണുത്ത കാറ്റ്, തണുത്ത ആഹാരങ്ങള്, മനസ്സിലായി? ഇതെല്ലാം ആനിമൽ ഫർ, ഇതെല്ലാം ഒഴിവാക്കാന്നുള്ളത്. ഇപ്പം കോവിഡ് വന്നതിന് ശേഷം എന്താ പ്രശ്നം? എല്ലാ വീട്ടിലും കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒരു പട്ടിയോ പൂച്ചയോ വാങ്ങിച്ചു അല്ലേ, വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട്. ഈ വളർത്തുമൃഗങ്ങൾ അലർജിക്ക് കാരണമാകുമോ? ഡോഗ്സിന്റെയും കാറ്റ്സിന്റെ ഒക്കെ ഫർ അലർജി ഉണ്ടാക്കും. അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഈ ചെള്ള് പോലത്തെ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അലർജി ഉണ്ടാക്കും. എസ്പെഷ്യലി നമ്മൾ അകത്തിട്ട് വളർത്തുന്ന പെറ്റ്സ്. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും കുറേയൊക്കെ അതിൻ്റെ ഫറും അതിൻ്റെ പൊടിയും ഒക്കെ അകത്ത് തങ്ങി നിൽക്കും, നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മുടെ ഒരു സെറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ അലർജി വരുന്നത് ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീടിനകത്ത് സാർ പറഞ്ഞ പോലെ ഇൻഡോർ ആണ് നമുക്ക് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹൗസ് ഡസ്റ്റ് മൈറ്റ് പറഞ്ഞാൽ നമ്മുടെ ബെഡിങ്സിലും നമ്മുടെ ഫാബ്രിക്കേറ്റഡ് ഫേർണിച്ചേഴ്സിലും കേർട്ടൻസിലും ഒക്കെ കാണുന്ന പൊടിയാണ് ഈ ഹൗസ് ഇത് ഡസ്റ്റ് മൈറ്റ്. കണ്ണിന് കാണാൻ പറ്റുന്ന സാധനമല്ല, മൈക്രോസ്കോപ്പിക് പിക്ചറാ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇത് എവിടെയാന്ന് പോയി അതെ കണ്ടിട്ട് കാര്യമില്ല. ഈ ഇൻഡോർ അലർജൻസ്, ഹൗസ് ഡസ്റ്റ് മൈറ്റ്, പിന്നെ അനിമൽ ഡാൻഡേഴ്സ്, ഇതെല്ലാം നമുക്ക് സ്കിൻ ടെസ്റ്റ്. പലപ്പോഴും ഇപ്പോൾ കുട്ടികൾ വരുമ്പോൾ ഒരു പട്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും, ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. പക്ഷേ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം പട്ടി വന്നതിന് ശേഷമാണ്, ഒരു 6 മാസത്തിന് ശേഷമാണ് കുഴപ്പം വന്നിരിക്കുന്നത്, ആസ്മ എന്തെങ്കിലും വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ അതായിരിക്കും ഇടാ, ചിലപ്പോൾ കേൾക്കണമെന്നില്ല. അല്ലെ അഡൽട്ട്സ് ആണെങ്കിലും ഈ പട്ടി മൃഗസ്നേഹങ്ങളിൽ അങ്ങനെ ചെറുപ്പം വലിപ്പമൊന്നും ഇല്ല കേട്ടോ. അഡൽട്ട്സ് ആണെങ്കിലും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം അവർക്ക് നമ്മൾ ഈ ഡാൻഡേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, പട്ടി പൂച്ച എല്ലാം സ്കിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോസിറ്റീവ് ആണെന്ന് അതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താ ഇത് പ്രോബ്ലം ആണ്. എന്നാലും ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും മൃഗസ്നേഹികളുണ്ട്, അവർ പറയും ഞാൻ മജീദാല മൊത്തം മരുന്ന് കൊടുത്താണ് ഡോക്ടറെ. എനിക്ക് അങ്ങനെ 2-3 പേരുണ്ട്. അവനൊരു 5 പട്ടിയുണ്ട്, ഈസ് അറൌണ്ട് 25, 5 പട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അതുങ്ങളുമായിട്ട് ജീവിച്ചോളാം, ഡോക്ടർ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് പൊക്കോ, ഞാൻ ഈ മരുന്നെല്ലാം എടുത്തോളാം. കളിയാക്കി പറയാറുണ്ട് അവൻ കുളിക്കത്തില്ല, വെള്ളം അലർജിയാണെന്ന്. ശരിക്കും വെള്ളത്തിന് അലർജി ഉണ്ടാവോ? വെള്ളത്തിനോട് അലർജി കണ്ടിട്ടില്ല. ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള അലർജികൾ എന്താണ്? നമ്മുടെ ഒരു സീനിയർ സ്റ്റാഫാണ് ഹോസ്പിറ്റലിൽ ഒരു ഇൻചാർജിലല്ല, പുള്ളി എൻ്റെ അടുക്ക പുള്ളിയുടെ ഒരു കഥ പറഞ്ഞതാണ്. പുള്ളിക്കാരൻ എപ്പോഴും ഒരു അലർജിക് റിയാക്ഷൻ പോലെ തോന്നാറുണ്ട്, പക്ഷെ അങ്ങനെ തടിച്ചു പൊങ്ങാറില്ല. പക്ഷെ അകത്തെന്തോ ഒരു ഉൾക്കുത്തു പോലെ എന്തോ ഒരു വല്ലായിക ഇടയിൽ ഫീൽ ചെയ്യാറുണ്ട്. പല സ്പെഷ്യലിസ്റ്റിനെയും പോയി കണ്ട്. ഇപ്പം ഇത് സ്കിൻ പ്രസൻറ്റേഷൻ ഇല്ല, തുമ്മലില്ല, ശ്വാസം മുട്ടലില്ല, ഒന്നുമില്ല. അപ്പോൾ ആരുടെയൊക്കെ പോയി കാണും? ഫിസിഷ്യനെ പോയി കാണും, പല ഡോക്ടർമാരെയും പോയി കണ്ട്. പലരും പല മരുന്നുകൾ ഇട്ട് മരുന്നൊക്കെ കഴിച്ച്. പക്ഷേ ഇതെപ്പോഴും വരുന്നൊരു പ്രതിഭാസമല്ല, ഇടയിൽ വരുന്നതാണ്. പക്ഷേ ഇത് വീണ്ടും ആളിങ്ങനെ സഫർ ചെയ്ത് പോവുക. അങ്ങനെ കുറച്ച് 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർക്ക് തന്നെ തോന്നി ഇയാൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടോ എന്നുള്ളൊരു തോന്നൽ വന്ന്. അങ്ങനെ കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ആ ഡോക്ടറും മരുന്ന് കൊടുത്തു. അല്ല മാനസികമായിട്ട് തോന്നലാകാം അങ്ങനൊന്നും ഇല്ല, മനസ്സിൻ്റെ ഒരു തോന്നലാകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരൻ എറണാകുളം താമസിക്കുകയും പുള്ളിക്കാരൻ്റെ വൈഫ് ഹൗസ് തൃശ്ശൂർ. ഇത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റോറി കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചല്ല, അങ്ങനെ വിചാരിക്കും. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നോട്ടീസ് ചെയ്തപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരൻ മനസ്സിലാക്കി പുള്ളിക്കാരൻ്റെ വീട്ടിൽ, പുള്ളിക്കാരൻ വെജിറ്റേറിയനാണ്, ബ്രാഹ്മണ, അവൻ നോൺ വെജ് കഴിക്കുന്നവരല്ല. അപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ദോശയും ചട്നിയും കഴിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ബുദ്ധിമുട്ട് വരും. വൈഫ് ഹൗസിൽ പോയി ദോശയും ചട്നിയും കഴിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം വരത്തില്ല. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ദിവസം അമ്മായിയമ്മ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കിച്ചണിൽ പോയി നോക്കി. അപ്പോൾ പുള്ളി ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്നി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ പച്ചമുളക് ഉണ്ടല്ലോ അതെടുത്ത് അതിനെ നടുവിൽ കീറിയിട്ട് അതിനകത്ത് അല്ലി എടുത്ത് കളഞ്ഞിട്ടാണ് അമ്മായിയമ്മ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരൻ്റെ വീട്ടിൽ നേരെ കട്ട് ചെയ്തിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന് തോന്നി എന്തുവാ ആ മുളകിൽ അല്ലിയോട് അലർജി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോയെന്ന്. മുളകിൻ്റെ അരി പുള്ളിക്കാരൻ ഇത് വീട്ടിലും പറഞ്ഞു. പുള്ളിക്കാരൻ അത് ഒഴിവാക്കി വീട്ടിൽ അപ്പോൾ ആ രീതിയിലാക്കിയതോടുകൂടി പുള്ളിക്കാരൻ്റെ പ്രശ്നം തീർന്നു. സൈക്കാട്രി മരുന്നൊന്നും എടുക്കേണ്ടി വന്നില്ല, വേറൊന്നും. സോ അതേ പറയുന്നത് ഭയങ്കര സൂക്ഷ്മത ഇതിനകത്ത് ആവശ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അലർജിയുടെ കൗണ്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആൾക്കാരുടെ എണ്ണം, അലർജിക്കാവുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? അതിൻ്റെ റീസൺ ഈ കോവിഡ് മാത്രമായിട്ടാണോ കാണുന്നത് ഡോക്ടർ?
ഞാൻ കഴിഞ്ഞ ദിവസമേ എടപ്പള്ളി കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ഉണ്ടല്ലോ AQI, വണ്ടിക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും അലർജിക് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ ഞാൻ മരവട്ടിച്ചോട് തൊട്ടിട്ട് എടപ്പള്ളി ലുലു പാസ് ചെയ്ത് കഴിഞ്ഞ് പോകുന്നവരെ വണ്ടിക്കകത്ത് AQI കാണിച്ചുകൊണ്ടിരുന്നത് 350. ഓക്കെ. 350 നമ്മൾ ഇപ്പോൾ എവിടെ കേൾക്കാറുള്ളത്? 350 കഴിഞ്ഞ് 500 എവിടെ കേൾക്കാറുള്ളത്? ഡൽഹിയിലെ എയർ പൊല്യൂഷനാണ്. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ വന്നിരിക്കുന്നത് 300-350. ഓക്കെ. അന്നേ അവിടെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് എയിംസും സഫർജൻ ഹോസ്പിറ്റലും എല്ലാം ഫുള്ളായിരുന്നു റെസ്പിറേറ്ററി ഇഷ്യൂസ് ആണ്. ഈ വർഷം അത് 500. അവിടുത്തെ നമ്മളൊക്കെ ഭയങ്കര സീനിയേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്ന പല ഡോക്ടേഴ്സും ഓപ്പണായിട്ട് വന്ന് എയിംസിലേക്കുള്ള പൾമണോളജിസ്റ്റും പലരും ഓപ്പണായിട്ട് വന്ന് ഇത് മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് അല്ല, നിങ്ങൾ വേണമെങ്കിൽ ലീവ് എടുത്തിട്ട് നാട്ടിൽ പോവുക, എന്താ ചെയ്യുക എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് ജീവനെ ഹാനികരമാക്കുന്ന. അപ്പം ഈ ഒരു സാധനം നമ്മൾ ചുറ്റുപാടിലും കണ്ട് ഈ നമ്പേഴ്സൊക്കെ നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച കാറിൻ്റെ എററാണോ എന്നറിയാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് ഒരു ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത്. പുള്ളിക്കാരൻ എടപ്പള്ളി ക്രോസ് ചെയ്തിട്ടാണ് കളമശ്ശേരി തൊട്ടിട്ട് എടപ്പള്ളി ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളി അത് ഓൾറെഡി നോട്ടീസ് ചെയ്ത് പുള്ളി പലപ്പോഴും പോകുമ്പോൾ 160 ഒക്കെയാണ് കാണാറുള്ളത്, റെഗുലർലി ഒരു 80-100 കാണാറുള്ളത്. ഈ അടുത്ത് പുള്ളി പാസ് ചെയ്യുമ്പോഴത്തേക്കും 160 കാണിക്കാറുള്ളത്. അപ്പം ഞാൻ ചിലപ്പോൾ പോയൊരു പീക്ക് ടൈമിലായിരിക്കാം, ഭയങ്കര ട്രാഫിക് ഉള്ളൊരു സമയത്തായിരിക്കാം, അതുകൊണ്ടായിരിക്കും അത്രയും കൂടുതലായിട്ട് കാണിക്കുന്നത്. സോ ഒബ്വിയസ്ലി എന്താണ് പൊല്യൂഷനാണ് ഒരു കൂടുന്നതൊരു റീസണാണ്. കോവിഡ് ഒരു റീസണായി വന്നതിന് ശേഷം ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന പൊല്യൂഷൻ അലർജി ഉണ്ടാക്കുമെന്നല്ല, പക്ഷെ പൊല്യൂഷൻ അലർജിക് മാനേജ്മെന്റ് ഡിഫിക്കൽട്ട് ആക്കും. അതായത് അലർജിക്കുള്ള ഒരാൾ ഒരു പൊല്യൂട്ടഡ് എൻവയോൺമെന്റിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സിംറ്റംസ് വരാം, രോഗലക്ഷണങ്ങൾ വരാം. ഏത് പ്രായത്തിൽ വേണമെങ്കിലും സംഭവിക്കാം അല്ലേ? അതെ, ഏത് ഏജ് വേണം. എനിക്കിപ്പം 70 വയസ്സായില്ല 50 വയസ്സായി, എനിക്ക് ഈ പ്രായത്തിൽ അലർജി വരില്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ആസ്മയുടെ രീതിയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഏർലി ഓൺസെറ്റ് ആസ്മ, ലേറ്റ് ഓൺസെറ്റ് ആസ്മ. അതായത് 50 വയസ്സിന് ശേഷം ആസ്മാറ്റിക് ആവുന്നവരുണ്ട്, കുഞ്ഞുനാളിലെ ആസ്മാറ്റിക് ആവുന്നവരുണ്ട്. ഇത്രയും സമയം സംസാരിച്ചതിൽ നിന്ന് അലർജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അലർജി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും, അതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അലർജി ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ ഡോക്ടറെ കാണുക, അതിൻ്റെ പരിഹാരം കണ്ടെത്തുക.